ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന വാഗ്ദേവതകളാൽ പറയപ്പെട്ട ലളിതാ സഹസ്രനാമത്തെ നമ്മൾ 14 അധ്യായങ്ങളായിട്ട് തിരിച്ച് ഓരോ അധ്യായങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 12 അധ്യായങ്ങൾ തീർന്നു. 13ാമത്തെ അധ്യായമായിരിക്കുന്ന വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം എന്ന് പറയുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഏകദേശം എന്താ പറയുക നേര് പകുതി നാമങ്ങൾ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു സംക്ഷിപ്ത രൂപം, തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയാം നമ്മൾ, അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും തുടരുകയാണ്. കാരണം ഇതെല്ലാ നാമങ്ങളും ഒന്ന് ഓടിച്ച് അതിന്റെ അന്തരാർത്ഥം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാമാർത്ഥങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഇത് മാത്രമല്ല, ഒരുപാട് ഇൻഫർമേഷൻസ്, അറിവുകൾ നമ്മൾ എന്തൊക്കെ ചര്യയില് നിഷ്ഠയായിട്ട് കൊണ്ടുവരണം, എന്തൊക്കെ ജപിക്കണം, എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോ വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം, ദേവിയുടെ വിഭൂതികള്. ദേവി എന്ന് പറഞ്ഞാല് ദേവി തന്നെയാണ് ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ദേവി സൃഷ്ടി ചെയ്തിരിക്കുന്നത് ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരെ പോലും അമ്മയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ദേവി തന്നെയാണ് എല്ലാ ശാസ്ത്രങ്ങള് ആ ഒരു വേദങ്ങള് എല്ലാമായിട്ടിരിക്കുന്നത്. ഈശ്വരി എന്ന് പറഞ്ഞാല്, ഈശ്വരി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഈശ്വരനായിട്ടിരിക്കുന്നവൾ അല്ലെ. എല്ലാ തിഥികള്, നക്ഷത്ര രാശി സ്ഥിതി സ്വരൂപിണിയെ നമ എന്ന് പറയുമ്പോൾ, തിഥി എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ദിവസം. അപ്പം പകല് രാത്രി, ഈ പറഞ്ഞ മാസം ദിവസം പക്ഷം എല്ലാം തന്നെ അമ്മയുടെ ക്രിയേഷൻ ആണ്. ശരിക്കും പറഞ്ഞാല് ആ ഒരു കാലം, അതായത് കർമ്മ ഡ്യൂട്ടീസ്, ഷീസ് വൺ ഹു ഗീവ്സ് ദി ഓറ, അതായത് കർമ്മ ഡ്യൂട്ടീസ്. ഈ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് മാത്രമല്ല കർമ്മങ്ങൾ, പ്രപഞ്ചത്തിനും ഉണ്ട് ഇല്ലേ. സൂര്യൻ ഉദിക്കണം, അസ്തമിക്കണം, ചന്ദ്രൻ വരണം, നക്ഷത്രങ്ങളുണ്ട്, ഋതുക്കൾ മാറി മാറി വരുന്നു, കാറ്റ് വീശുന്നു അല്ലെ. 6 ഋതുക്കളില് ചൂട് തണുപ്പ് എല്ലാം മാറി മാറി വരണം. ഇതെല്ലാം ഓരോ ദേവതകൾക്ക്, അതിനെയാണ് കർമ്മ ഡ്യൂട്ടീസ്. നമുക്ക് മാത്രമല്ല, അത് പ്രപഞ്ചത്തിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സമുദ്രത്തിലെ തിരമാലകള് അല്ലെ. ഇപ്പൊ ജലം ആകാശത്ത് നിന്ന് താഴെ വരുന്നു, അത് ഭൂമിയിൽ ഒഴുകി അത് സമുദ്രത്തിൽ ചേരുന്നു. ഇപ്പൊ പ്രപഞ്ചത്തിലെ പ്രധാന ശക്തികളെല്ലാം തന്നെ കലകളോട് കൂടിയതാണ്. ഇപ്പൊ ബ്രഹ്മാവിന് 10 കലകളുണ്ടെന്ന് പറയണു, വിഷ്ണുവിന് 10, രുദ്രന് 10, മഹേശ്വരന് 4, സദാശിവന് 16 കലകൾ, അങ്ങനെ ടോട്ടലായിട്ട് 50 കലകൾ. ഇപ്പൊ സൂര്യൻ 12, ചന്ദ്രൻ 16, അഗ്നി 10, 38 കലകള് ഇവരുടെ 3 പേരുടെയും കൂടെ. മനുഷ്യന് 64 കലകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കലകൾ ലഭിക്കുമ്പോഴാണ് നമ്മൾ ശുദ്ധരാകുന്നത്, പ്രകാശ സ്വരൂപികളാകുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ 64 കലകള് അല്ലെ, 64 ആർട്ട് ഫോംസ്, അത് 64 ദിവസം കൊണ്ട് സന്ദീപിനി ഋഷിയിൽ നിന്ന് അഭ്യസിച്ചു. ഇപ്പൊ ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശ രൂപിണ്യെ നമ. ഇപ്പൊ ദേവന്മാരുടെ ഈശ്വരൻ ശിവനാണ്. ശിവന്റെ പട്ടമഹിഷിയായിരിക്കുന്നവൾ ദേവേശി. ഇപ്പൊ പുരുഷാർത്ഥങ്ങൾ 4 ഉള്ളത്. ഓരോന്നും ഓരോ യുഗങ്ങൾ, അതിന്റെ അവസാനവും ഇത് പാലിക്കാതെ വരും. അപ്പൊ യുഗാവസാനങ്ങളില് സ്വത്ത്, മണ്ണ്, പെണ്ണ്, ഇതില് ആ ഒരു സ്വാർത്ഥമതികളായിട്ട് മാറും മനുഷ്യര്. ഉദാഹരണം രാവണൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു നരകാസുരൻ, അപ്പൊ നരകാസുരൻ 16,000 സ്ത്രീകളെ ജയിലിലാക്കി എന്ന് പറയുന്നു. കംസൻ, ഇവരെല്ലാം തന്നെ പുരുഷാർത്ഥങ്ങൾ പാലിക്കാത്തവരാണ്. ഇപ്പോ കലിയുഗമാണ്. ഈ യുഗത്തിൽ മോക്ഷമില്ലാതായി, മോക്ഷം ആർക്കും വേണ്ടാതായി. ആ ഒരു അരുണാസുരൻ എന്ന അസുരനെ കൊല്ലാൻ 6 കാലുകളുള്ള ഭ്രാമരി എന്ന് പറയുന്ന ദേവി അവതാരമായിട്ട് വന്നു എന്ന് പറയണു. പരാശക്തി ദേവേശി ശാകംബരിയായിട്ട് വന്ന് ആ ഒരു ദുർഗമാസുരനെ, കാരണം ദുർഗമാസുരൻ എന്ന് പറഞ്ഞാൽ തുഷ്ടിപുഷ്ടിയൊക്കെ നശിച്ചവൻ എന്നർത്ഥം. ആ അസുരനെ നശിപ്പിക്കാൻ വേണ്ടി ശാകംബരിയായിട്ട് ദേവി വന്നു. അപ്പൊ ഔഷധി ദേവിയുടെ ഈ ദേവി തന്നെയാണ് ദേവി ദണ്ഡനീതിസ്ഥ. ഇപ്പൊ ലോ ആൻഡ് ഓർഡർ അല്ലെ, ഡിസിപ്ലിൻ. ഇപ്പൊ ഈ ഒരു പ്രപഞ്ചത്തിൽ, താൻ ഉണ്ടാക്കിയ പ്രപഞ്ചത്തില് ആ ഒരു സമാധാനം ഉണ്ടാക്കേണ്ടത് ദേവിയുടെ തന്നെ കടമയാണ്. അപ്പൊ അതിനാണ് ദേവി വരുന്നത്. അപ്പൊ നമ്മള് അടിക്കുന്ന മക്കളെ ഒന്നാക്കി ഹൃദയപത്മത്തില് ദഹരാകാശത്തിൽ ഇരിക്കുന്നവൾ. അപ്പൊ തമ്മിലടിക്കുന്ന മക്കളെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും മനുഷ്യര് വൈരം അല്ലെ, കാമക്രോധങ്ങളിൽ നിറഞ്ഞ് പരസ്പരം ഏതു നേരവും എന്താ പറയാ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അവരെ എല്ലാം തന്നെ ഒന്നാക്കി തന്റെ ഹൃദയപത്മത്തിലെ ദഹരാകാശത്തിൽ ഇരിക്കുന്നവളാണ് ദേവി. അവിടെ ഇരുന്ന് മനുഷ്യന്റെ സത് ചിന്തകളെ ഉണ്ടാക്കുന്നു. ഇപ്പൊ ദേവി പൂജ
അന്തർപൂജയായിട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു ദഹരാകാശ രൂപിണിയെ മാനസ പൂജാം കരിഷ്യേ, പഞ്ച ഉപചാര പൂജയാം കരിഷ്യേ. ഇപ്പൊ ജീവൻ തന്നെയാണ് ബ്രഹ്മം, ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ. എല്ലാ വേദ ഉപനിഷത്തുകളും പറഞ്ഞാലും ഇന്നും മനുഷ്യൻ, അതായത് അജ്ഞാനികള് ദേവിയെ പുറത്ത് അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പൊ ഉള്ളിലെ ദേവിയിൽ ഉറയ്ക്കാതെ അടുത്ത സ്റ്റെപ്പിൽ പോവാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. ഇത് ഉറച്ചാല് ബാഹ്യപൂജകൾ കൊഴിഞ്ഞു പോകും. ദേവി കലാത്മികായേ നമ. കല എന്നാൽ ചൈതന്യമാണ്, അംശം. അപ്പൊ ആ ഒരു ഫൈൻ ആർട്സ് ഇതെല്ലാം കലകളാണ്. അപ്പൊ പ്രതിഷ്ഠകൾ 8 വിധത്തിലുണ്ട്. ഈശ്വരന് 16 കലകള്. അപ്പൊ ശിവക്ഷേത്രങ്ങളിൽ കാണാം 50 കലകള് ചേർന്ന പീഠം, പഞ്ചശതി പീഠം, പഞ്ചാശത് പീഠം എന്ന പേരാണ് അതിന്. അപ്പൊ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ ഇവർക്കായിട്ട് ടോട്ടൽ 50 കലകള്. ഇത് പരാശക്തിക്കായിട്ട് ഇത് പരാശക്തിയായി. അപ്പോ ഈ 50 പീഠങ്ങളും മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അമൃത എന്ന കല മുതൽ ക്ഷമാവതി എന്നത് വരെയുള്ള 50 ബീജങ്ങളായി, ഇപ്പൊ പീഠങ്ങളായിട്ട് ഈ ശരീരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഈ 50 കലകളും ഉണർന്നു വന്ന് മഹാചൈതന്യമായിട്ട് മാറുന്നു. പകാരാദി മാതൃകാക്ഷരം ആ ഒരു കച്ചട തപ ആയിട്ട് ഷടാധാരങ്ങളില് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നു. ഇപ്പൊ കലകളെല്ലാം തന്നെ എന്താണ്? ആത്മസ്വരൂപം തന്നെയാണ്. ഇപ്പൊ കലകളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. അഗ്നി, സൂര്യൻ, ചന്ദ്രൻ കലകളുണ്ട്. നമുക്ക് ഭ്രൂമധ്യത്തിൽ അഗ്നി, വലത് കണ്ണ് സൂര്യൻ, ഇടത് കണ്ണ് ചന്ദ്രൻ. ഇപ്പൊ വലത് കൈ 38, ഇടത് കൈ 38. അപ്പൊ ആ ഒരു സെൻസ് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഈ 2 കൈകളും നമ്മൾ റബ്ബ് ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ എന്താ പറയാ ഉരച്ചിട്ട് നമ്മൾ 2 കണ്ണിൽ വെച്ചാല് 38 കലകളെ പ്രകാശിക്കാൻ ആരംഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 കൈയും വലതും ഇടതും കൈ നല്ലവണ്ണം ചേർത്ത് തിരുമിയതിനു ശേഷം കണ്ണിൽ വെക്കുന്നത്. കയ്യിൽ നിന്നാണ് ശക്തി വരുന്നത്. മുഖം മുതൽ പാദം വരെ വ്യാപകം ചെയ്യുന്നതും ശരീരത്തിലെ കലകളെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആത്മീയമായിട്ടുള്ള ചിന്തകൾ വളരാൻ ഈ കലകളെ ഉണർത്തണം. അവയ്ക്കുള്ള ആഹാരം ഇത് കാലത്തെ ഉണരുമ്പോൾ ചെയ്യണം. ദേവി കലാത്മികായേ നമ. എല്ലാ കലകൾക്കും പ്രഭവസ്ഥാനം പരമേശ്വര മൂർത്തിയാണ്. സരസ്വതി ആദ്യ ശിഷ്യയാണ്. ഭൃഗു എന്ന് പറയുന്ന ഭൃഗു, പാണിനി, നന്ദികേശ്വരൻ എല്ലാവരും ശിഷ്യരാണ്. ഇതിലെ കലാനാഥ സരസ്വതിയാണ്. കലാലാപ വിനോദിനി. ഉത്തമ കാവ്യം വാൽമീകിയുടെ രാമായണം. കാവ്യത്തിന് 6 കലകള് വേണം. അപ്പൊ ഭഗവതി എന്ന് പറഞ്ഞാല് ഐശ്വര്യം, വീര്യം, കീർത്തി, ശ്രീ, ജ്ഞാനം, യശസ്, വൈരാഗ്യം, ഇങ്ങനെ 6 ഭാഗങ്ങള്. അതുപോലെ തന്നെ 14 തത്വങ്ങളുള്ളത്. ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞാല് ആ ഒരു ശ്രുതി, സ്മൃതി, പുരാണം എല്ലാം പഠിക്കുന്നത് ദേവിക്ക് തൃപ്തി കൊടുക്കുന്നതാണ്. അപ്പൊ ദേവിയും നമുക്ക് സർവാഭീഷ്ട സിദ്ധിരസ്തു എന്ന് പറഞ്ഞ് ദേവി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ദേവിയുടെ ആ ഒരു എന്താ പറയാ ആ ഒരു മണിദ്വീപില് 25 മണ്ഡപങ്ങളുണ്ട്. അതിലൊന്ന് ശൃംഗാര മണ്ഡപം. അവിടെ എല്ലാ കലകളും അതിൽ നിപുണത്വം ഉള്ളവർക്ക് അവിടെ ഇരിക്കാം. അപ്പൊ പണ്ടത്തെ കാവ്യങ്ങളെല്ലാം തന്നെ ഇവിടെ എന്താ പറയാ ആ ഒരു ഈശ്വര സംബന്ധികളാണ്. അത് പാരായണം ചെയ്താൽ ഈശ്വരനെ പൂജ ചെയ്യുന്നതിന് തുല്യമാണ്, പുണ്യമാണ്. അപ്പൊ ദേവി പൂജയ്ക്ക് നമ്മള് അവസരം കൊടുക്കുന്നത് പോലും മഹാപുണ്യമാണ്. അപ്പൊ പരാശക്തി ഉപാസന ചെയ്യുന്നവർക്ക് വാക്സാമർഥ്യം തനിയെ ഉണ്ടായി വരും. കാരണം മുത്തുസ്വാമി ദീക്ഷിതര്, ശ്യാമാശാസ്ത്രികളെല്ലാം ദേവി ഉപാസകരായിരുന്നു. ദേവി ഉപാസകർക്ക് വാക്സിദ്ധി, പാട്ട് എഴുതാനുള്ള കഴിവ് എല്ലാം വന്നു ചേരും. അപ്പൊ ദേവിക്ക് ആ കാവ്യാലാപ വിനോദിനി അല്ലെ. അപ്പൊ ഹനുമാന് ശരിക്കും പറഞ്ഞ നാമ സ്മരണം മാത്രം മതി. എന്ത് ചെയ്താലും ദയാ, ഭക്തി, വിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് മാത്രം. സ ചാമര രമാവാണി സവ്യദക്ഷിണ സേവിതായേ നമ. സ ചാമരം, വെഞ്ചാമരം, കാറ്റ് കൊടുക്കുകയാണത്. അതായത് മനുഷ്യന്റെ കർമ്മം പുഷ്ടി വരാൻ ആ ഒരു ജ്ഞാനം വേണം, ധനം വേണം, ഇല്ലേ? ജ്ഞാനം, ഐശ്വര്യം ദേവി രണ്ടും കൊടുക്കുന്ന ആളാണ്. മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവര് വെൺചാമരം വീശുവാണ് അമ്മയ്ക്ക്. അപ്പോ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നവര്, നന്നായിട്ട് കർമ്മം ചെയ്യുന്നവര്, ഉത്തമനായിരിക്കുന്ന ദേവി ഭക്തനെ ജ്ഞാനവും ഐശ്വര്യവും ചേർന്നിരിക്കും. ദേവി ആദിശക്തി. അപ്പൊ പ്രപഞ്ചത്തിന് മുന്നാലെ ഉള്ള ശക്തിയാണ് ദേവി, മുമ്പുള്ള ശക്തി. ആദി എന്ന് പറഞ്ഞാല് എന്താ പറഞ്ഞ ആദ്യത്തത്. അപ്പൊ ആദി അറിഞ്ഞാൽ വ്യാധി പോകുമെന്ന് പറയാറുണ്ട്.
അപ്പൊ ദേവീ ഭക്തരുടെ പാദസേവ ചെയ്താൽ പോലും പുണ്യമാണ്. അപ്പൊ പാദപൂജ ജ്ഞാനത്തെ തന്നെ ഉണ്ടാക്കും. ഭൂമിയിലെ 84 ലക്ഷം ജീവരാശികളിൽ മനുഷ്യന് മാത്രമാണ് 2 ബുദ്ധി. ഒന്ന് സാമാന്യ ബുദ്ധി, 2 വിശേഷ ബുദ്ധി. സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ ആയിട്ടുള്ളത്. വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞാൽ വിവേകമുള്ള ബുദ്ധി, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. അപ്പൊ വിശേഷ ബുദ്ധിയുള്ളവര് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം. കാരണം ആ ഒരു പാദങ്ങളിൽ 38 സെൻസ് പോയിന്റ്സ് ഉണ്ട്. അത് ദിവസം ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ ആക്ടിവേറ്റ് ആവും. അപ്പൊ ആ ഒരു റേഡിയോ ഫ്രീക്വൻസി പിടിക്കാനായിട്ട് ട്യൂൺ ചെയ്യണം. അതുപോലെ നമ്മൾ നമ്മുടെ ഭഗവതിയുമായിട്ട് സാധനയിലൂടെ ട്യൂൺ ചെയ്യണം എപ്പോഴും. ഇപ്പൊ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാല് ആ ഒരു റിസീവിങ് സ്റ്റേഷൻ ആണ്, എല്ലാം സ്വീകരിക്കുന്ന സ്ഥലം. അപ്പൊ നമ്മൾ എഫേർട്ട് എടുക്കണം അതിനുവേണ്ടി. ആ ട്യൂൺ ചെയ്ത് ദേവിയുമായിട്ട്, ദേവിയാകുന്ന ആ ഒരു കോസ്മിക് പവറിനെ മന്ത്രത്തിലൂടെ ട്യൂൺ ചെയ്ത് നമ്മൾ നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ ഉള്ളില് ബന്ധിക്കണം. ബന്ധനം എന്ന് പറഞ്ഞാല് സ്നേഹം കൊണ്ട് അമ്മയെ വിളിച്ചിരുത്തണം എന്നർത്ഥം. അല്ലാതെ നമുക്ക് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിൽ അമ്മയെ വിളിച്ചിരുത്തി അമ്മയെ സദാ ചിന്തിച്ച് പൂജിക്കണം. കലിയുഗത്തിലെ നാമം, അതായത് മന്ത്രം മാത്രം മതി. യു വിൽ ബി കണക്റ്റഡ് വിത്ത് ദി കോസ്മിക് എനർജി എന്ന് പറയാറുണ്ട്. ഇപ്പൊ മനുഷ്യൻ ഈ കലിയുഗത്തിൽ എത്ര കഷ്ടങ്ങളുണ്ടെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. മനസ്സുകൊണ്ട് ദേവിയെ വേണം എന്ന് വിചാരിച്ച് ആ ദേവതയുമായിട്ട് മന്ത്രത്തിലൂടെ കണക്ട് ചെയ്താൽ മാത്രം മതി. ആ ദേവതയുടെ അനുഗ്രഹത്തിന് ദേവി അനേക കോടി ബ്രഹ്മാണ്ട ജനന്യേ നമ. ഒരു ബ്രഹ്മാണ്ടത്തില് ഒരു സൂര്യൻ, സൗരയുധം എല്ലാം ഉണ്ട്. ഇപ്പൊ 724 ഭുവനങ്ങള്, അതിൽ ഒരു ഭുവനത്തില് ലക്ഷക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങള്. ഓരോ ബ്രഹ്മാണ്ടത്തിനുള്ളിലും ആയിരക്കണക്കിന് ഗോളങ്ങൾ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. സൂര്യൻ, ഭൂമി, നവഗ്രഹങ്ങള്, ഭൂമിയിലെ ജീവരാശികൾ ഇരിക്കുന്നു. അപ്പൊ ഈ ഇടയ്ക്ക് നാസയിൽ നിന്ന് വിട്ട ഒരു റോക്കറ്റ് പുതിയ ഒരു ഗാലക്സി അത് കണ്ടെത്തി എന്ന് പറയണു. അപ്പൊ അങ്ങനെ കണ്ടെത്തിയത് ഇപ്പോഴാണെങ്കിലും അധികവും കണ്ടുപിടിക്കാത്ത ഗാലക്സികൾ ധാരാളം ഉണ്ടാവാം, നമുക്കറിയില്ല അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ വ്യാപ്തി? അപ്പം നമ്മൾ ഹ്യൂമൻലി ഇമ്പോസിബിൾ ടു തിങ്ക്, നമ്മുടെ ആ ഒരു ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അനേക കോടി ബ്രഹ്മാണ്ട ജനനിയാണ് ദേവി. മാത്രമല്ല ദേവി ദിവ്യ വിഗ്രഹ. ശുംഭ നിശുംഭ വധത്തില് ദേവി ദേവന്മാരെ സഹായിച്ചത് കൊണ്ട് ദേവന്മാർ ദേവിയുടെ ഒരു ദിവ്യ വിഗ്രഹം ഉണ്ടാക്കി. അപ്പൊ ദേവലോകത്ത് വെച്ച് പൂജിച്ചു എന്നും ഇന്നും അവരാ പൂജ ചെയ്യുന്നുവെന്നും, ദേവലോകത്ത് ദേവന്മാരുടെ പൂജ ഏറ്റുവാങ്ങിയ വിഗ്രഹം. അപ്പൊ വിശേഷ ശക്തി ഗ്രഹിക്കാനുള്ള ആ ഒരു ഉപാധി ദിവ്യ വിഗ്രഹം. ക്ലീംകാരി, ഐം ഹ്രീം ശ്രീം ക്ലീം പ്രധാന ബീജാക്ഷരങ്ങളാണ് അമ്മയുടെ. ഇപ്പൊ ക്ലീം എന്നാല് കാമബീജം ഉണ്ടാക്കിയവൾ, അതായത് ആഗ്രഹ പൂർത്തീകരണ മന്ത്രം എന്ന് പറയാറുണ്ട്. ഗുഹ്യ കൈവല്യ പദദായിനി. അപ്പൊ കേവലം എന്ന് പറഞ്ഞാൽ എന്താ? ആബ്സല്യൂട്ട് ബ്രഹ്മം. ദ ലീസ്റ്റ് ഈസ് ഓൾസോ ബ്രഹ്മം. ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ബ്രഹ്മത്തിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ കശേരുക എന്ന് പറയുന്ന പരമാണു സ്വരൂപം പോലും ദേവി തന്നെയാണ്. അപ്പോ ആ ഒരു ആബ്രഹ്മ കീടജനനി, ഗുഹ്യ രഹസ്യ രൂപമായിട്ടിരിക്കുന്നവൾ, പരസ്യമല്ലാത്തത് ഹൃദയ ഗുഹയിൽ ഇരിക്കുന്നവൾ, ഗുഹ്യരൂപിണി. രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിരഹസ്യം അല്ലെ. ആ ഒരു അതിരഹസ്യ ശക്തി ഉപാസനകള് ഹൃദയത്തിൽ തന്നെ ഇരിക്കണം എന്ന് പറയാറുണ്ട്. മറ്റെല്ലാം നമുക്ക് പുറത്താകാം. ദേവി എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു ദേവിയെ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഹൃദയത്തിനുള്ളില് ദേവിയുടെ ആ ഒരു രൂപപ്രധാനം ആയിട്ട് നമ്മൾ അറിഞ്ഞാല് ഈശ്വരനെ അറിഞ്ഞതിന് തുല്യം. അപ്പൊ സമസ്ത ഐശ്വര്യങ്ങളും അവന്റെ ആ ഒരു ജീവന് കൈവരും. ജീവൻ അമരത്വം, കൈവല്യമുക്തി, സായുജ്യം, ഈ നില ദേവി ഉപാസകർക്ക് അമ്മ കൊടുക്കും. ഇതാണ്, അതിന്റെ പേരാണ് അനുഗ്രഹം. തിരോധാനം എന്നുള്ള ഒരു മഹാശക്തിയാണ് അനുഗ്രഹം കൊടുക്കുന്നതും. ഇപ്പൊ എന്താ പറയാ, സദാശിവന് മാത്രമാണ് ഈ പദവി കൊടുത്തിരിക്കുന്നത്. പരാശക്തി ഉപാസകൻ സദാശിവ പദത്തിലെത്തി സദാശിവനായിട്ട് പരാശക്തിയിൽ ലയിക്കുന്നു. അപ്പൊ ജീവൻ ആത്മാ ഹോത്മ, ശിവൻ സദാശിവനായിട്ട് മാറും. അപ്പൊ ജീവൻ ആത്മാവായിട്ട് എന്താ? മഹാത്മാവായിട്ട് തീരുകയാണ് ഇല്ലേ. അപ്പോ സദാശിവനായിട്ട് മാറുക എന്നർത്ഥം. അപ്പൊ ത്രിപുര എന്ന് പറഞ്ഞാൽ ത്രിപുരം, ആകാശം, ഭൂമി, പാതാളം. അപ്പൊ ത്രിപുരത്തെ സംഹരിച്ചവനാണ് ത്രിപുരേശ്വരൻ. ഇപ്പൊ ശിവനും ശക്തിയും ഒന്നാണ്. ശിവൻ തന്നെയാണ് ശക്തി. ത്രിപുരേശ്വരി എന്ന് പറഞ്ഞാൽ ത്രിദശേശ്വരി, 30 മുക്കോടി ദേവകളും ഭഗവതി തന്നെയാണെന്ന് അർത്ഥം. ഇപ്പൊ ഏകാദശ രുദ്രന്മാര്, അഷ്ടദിക് പാലകര്, ദ്വാദശ ആദിത്യന്മാര്,
അശ്വനി ദേവകള് എല്ലാം സൂര്യപുത്രരാണ്. 33 ദേവകള്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ കോടി ദേവതകള്, 33 ദേവകള്. ഇപ്പൊ ത്രേക്ഷരി, വാഗേശ്വരി, കാമേശ്വരി, ശിവസ്വരൂപിണി. ഹ ര ഈ ഇല്ലേ? അപ്പൊ ഈ ഹായും രായും ഈംകാരവും കൂടെ ചേരുമ്പോ ഹ്രീം എന്ന് പറയുന്ന വാഗ്ബീജം. അപ്പൊ വാഗേശ്വരി എന്ന് പറഞ്ഞാൽ ക്രിയാശക്തി, കാമേശ്വരി. അപ്പൊ ഇച്ഛാശക്തിയാകുന്ന ശക്തി സ്വരൂപിണി ഐം ഹ്രീം ക്ലീം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ത്രയക്ഷരം എന്ന് പറയുന്നത്. ഹ്രീം ശക്തി പ്രണവമാണ്, ഓം ശിവപ്രണവം. അപ്പൊ ഈ ത്രയക്ഷര മന്ത്ര ബീജം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 3 ശിവലിംഗങ്ങളുണ്ട്. ഒന്ന് 3 ഗ്രന്ഥികളുണ്ട്, ഇട പിങ്കള സുഷുമ്ന അല്ലെ? അപ്പൊ നാഭി, ഹൃദയം, ഭ്രൂമധ്യം. ഇപ്പൊ 3 ശിവലിംഗങ്ങൾ ഉണ്ടെന്ന് പറയണു അവിടെ. ഓരോ ഹ്രീം ജപിക്കുമ്പോൾ ഈ 3 ശിവലിംഗങ്ങൾക്കും ശക്തി കിട്ടുന്നു. അപ്പോ ആ ഒരു ദിവ്യഗന്ധ, ദിവ്യ മണം ലഭിക്കും. ആ മണം കൊണ്ട് അത് സിന്ദൂരം പോലെ പ്രകാശിക്കും. അപ്പൊ ശരീരം, മനസ്സ്, ചിന്ത എല്ലാം ദിവ്യമാകുന്ന അർത്ഥം. മനുഷ്യൻ ആ 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ ദിവ്യ ഗന്ധം പൂശണം, തൊടണം. അപ്പോ കൈകൊണ്ട് തൊടുമ്പോ അതെന്താണ്? പോസിറ്റീവ് വൈബ്സ് ഉണ്ടാകും. അപ്പൊ നാഭി, ഹൃദയം, ഭ്രൂമധ്യം. അപ്പൊ കലാത്മിക എന്നുള്ള ആ ഒരു എന്താ പറയാ ഭാഗം, ആ ഒരു ഭാവം ഉണ്ടാകും. ഇപ്പൊ സിന്ദൂര തിലകാഞ്ചിത, വേദ ഉപനിഷത്തുകള് ദേവി ഇടുന്ന സിന്ദൂരത്തിന്റെ ധൂളികള്, ആ ധൂളികള് ഭക്തരണിയണം. ഇപ്പൊ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ ധൂളിക അല്ലെ? ഉമ എന്ന് പറഞ്ഞാൽ എന്താ? അകാര ഉകാരം അകാരം എന്ന പ്രണവം. ഓം എന്ന് പറഞ്ഞ പരമേശ്വരനാണ്. പാർവതിയെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ഉമ. നമ്മൾ ചെല്ലപ്പേരെന്നൊക്കെ പറയും അല്ലെ? അപ്പൊ ശിവന്റെ ആ ഒരു പ്രിയ നാമം പ്രണവം എന്ന ഉമ എന്ന് പറയുന്ന നാമാണ്. ഓം എന്ന് ഡയറക്റ്റ് പറഞ്ഞാൽ തന്നെ ശക്തി കൈവിട്ടു പോകും. നമ്മള് ഓം എന്ന് പറഞ്ഞ് ശിവനാകണം. ഇപ്പൊ ശിവൻ ഓം പറഞ്ഞാല് ശക്തി ഇരട്ടിയാകുന്ന അർത്ഥം. പിന്നെ ശക്തി കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഉകാരം എന്ന് പറയുന്ന ശിവവാചകം, മകാരം എന്ന് പറയുന്ന ലക്ഷ്മി വാചകം. ഉമ എന്ന് പറഞ്ഞാല് ശിവനും ലക്ഷ്മിയും. ഇപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ജ്ഞാനം, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് വെൽത്ത് അല്ലെ? അപ്പൊ സമ്പത്ത്. അപ്പൊ ജ്ഞാനം, വിദ്യ, യോഗം, അനുഗ്രഹ സമ്പത്തുകള്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, സൃഷ്ടി, ക്രിയേഷൻ. എന്ന് പറഞ്ഞാൽ മാരണം, വിഡ്രോവൽ. അപ്പൊ ദേവി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ദേവി നമ്മുടെ ആ ഒരു മനുഷ്യ വംശത്തിന്റെ തന്നെ എന്താ പറയാ, ആ ഒരു മനുഷ്യ വംശത്തെ ഉയർത്താനും ആ ഒരു ഗൈഡൻസ് തരാനും അവർക്ക് മുക്തി കൊടുക്കാനും ശരി ആ ഒരു ദേവി പാർവതിയായിട്ട്, ഉമയായിട്ട്, ഹിമവാന്റെ മകളായിട്ട് ഭൂമിയിൽ വന്നു എന്ന് പറയണം. അപ്പൊ ഉമ എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്. അകാര ഉകാരം അകാരങ്ങൾ ചേർന്ന മന്ത്രമാണത്. അപ്പൊ ഉമ എന്ന് ജപിച്ചാലും പാർവതി എന്ന് ജപിച്ചാലും ഏറ്റവും ഉയർന്ന ആ ഒരു എന്താ പറയാ അനുഗ്രഹം ദേവിന്ന് കിട്ടും. അപ്പോ ഉമ ശൈലേന്ദ്ര തനയ ഗൗരി ഗന്ധർവ സേവിതായേ നമ, ഗന്ധർവന്മാരാൽ സേവിക്കപ്പെട്ടവൾ. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഹാഹാ ഹൂഹു മുഖസ്തുത്യേ നമ. ഹാഹാ ഹൂഹു എന്ന് പറയുന്നത് 2 ഗന്ധർവന്മാരാണ്. പാട്ട് പാടി ദേവിയെ സന്തോഷിപ്പിച്ചിരുന്നവരാണ് അവര്. അപ്പൊ നടന, നൃത്ത, നാട്യം, ഗാനം ഇതെല്ലാം തന്നെ വളരെ ഗന്ധർവന്മാരുടെ വകുപ്പുകളാണ്. പരാശക്തിക്ക് നല്ല വരികൾ ഉണ്ടാക്കിയ സംഗീതം വളരെ ഇഷ്ടമാണ്. ഗന്ധം എന്ന് പറഞ്ഞാൽ മണം. അപ്പൊ നല്ല വാസന പൊരുളുകൾ ദേവിക്ക് സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ വൈറസ് ഉള്ള വീട്ടില് പച്ചക്കർപ്പൂരം വെച്ചാൽ മതി, എല്ലാം പോകുന്നു പറയാറുണ്ട്. ഇപ്പൊ വിശ്വഗർഭ, സ്വർണഗർഭ, വാഗതീശ്വരിയെ നമ. വിശ്വം എന്ന് പറഞ്ഞാല് ഈ ബ്രഹ്മാണ്ട ധാരണം, ഗർഭം ധരിക്കുന്നവൾ. ഇപ്പൊ കുക്ഷിയിൽ ഒന്നും വെക്കാതെ ഈ ഭുവനങ്ങളെ സൃഷ്ടിക്കുന്നവൾ ഭഗവതി. 84 ലക്ഷം ജീവരാശികള്, ഓരോന്നിനും ഓരോ യോഗ ശ്രമങ്ങളുണ്ട്, ഓരോ പ്രാണിക്കും ഓരോന്ന്. അപ്പൊ സ്വർണഗർഭ, സുവർണ, നല്ല അക്ഷരങ്ങള് അല്ലെ? ആ ഓം ഹ്രീം എല്ലാം സുവർണ അക്ഷരങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പൊ സുവർണ പുഷ്പം എന്ന് പറഞ്ഞാൽ മന്ത്രപുഷ്പം, ഉപചാരങ്ങള്, ദേവിയുടെ ബീജാക്ഷരങ്ങളെല്ലാം തന്നെ ദേവിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ ഹിരണ്യഗർഭൻ ബ്രഹ്മശക്തി തന്നെയാണ്. ആ ഒരു മഹത്തത്വം തന്റെ ഉള്ളിൽ വച്ചിരിക്കുന്നവൾ വാഗതീശ്വരി, വാക്കിന് അധിപതിയായിട്ടുള്ളവൾ. വാഗ്ദേവതകൾക്കും ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. അപ്പൊ കച്ചബി എന്ന് പറയുന്ന വീണയിൽ നിന്ന് വരുന്ന ആ ഒരു സൗമ്യമായിരിക്കുന്ന അല്ലെ സുഖമുള്ള സ്വരമുള്ളവൾ ദേവി. അപ്പൊ കച്ചബി സരസ്വതിയുടെ വീണയാണ്. അപ്പൊ ജനിച്ചവർക്ക് എല്ലാം തന്നെ ജാതകമുണ്ട് അല്ലെ? അപ്പൊ അതിലെ 2ാം ഭാവം വാക്സ്ഥാനം, വിദ്യ, കുടുംബം എന്ന അർത്ഥം. ഇപ്പൊ കുടുംബത്തെ രക്ഷിക്കുന്ന ശക്തി.
ശക്തി ആരാധനയാണ്. ഒരു വിളക്ക് ദേവിക്ക് വെച്ചാലും കുലദേവി സന്തോഷിക്കും. ഇപ്പൊ വീട്ടിലെ സ്ത്രീ കത്തിക്കുന്ന വിളക്ക് ജ്യോതി സ്വരൂപവും മംഗളസ്വരൂപവുമായിരിക്കുന്ന പരാശക്തി ആരാധന തന്നെയാണ്. അഗ്നി സ്വരൂപമായിട്ട് ചെയ്യുന്നതെല്ലാം തന്നെ ദേവി ഉപാസനയാണ്. ഈ ശക്തി ഉപാസന കഴിഞ്ഞാലേ നമുക്ക് എന്ത് പൂജകളും നടക്കുള്ളൂ. അപ്പോ അഗ്നി സ്വരൂപമായിരിക്കുന്ന ആ ഒരു വിളക്ക് കത്തിക്കുന്നത് തന്നെ ശക്തി ഉപാസന എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ എന്താ പറയാ, എല്ലാ വേദ ഉപനിഷത്തുകളിലും അല്ലേ, ആ ഒരു പുരാണങ്ങളിലും എല്ലാം തന്നെ ശക്തി വൈഭവത്തെയാണ് കീർത്തിക്കുന്നത്. ഇപ്പൊ ദേവി വാഗതീശ്വരി ധ്യാനരൂപ, ധ്യാനത്തിലൂടെ അറിയാൻ പറ്റുന്ന ശക്തിയാണ് അമ്മ. ഇപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയാൻ പറ്റാത്തത്, ഇപ്പൊ സൂര്യനെ വരെ നിന്ന് നോക്കാൻ, നേരെ നിന്ന് നോക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ. അപ്പൊ ആ ഒരു അതുപോലെ ദേവി ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ദേവിയെ അറിയാൻ പറ്റുള്ളൂ. അപ്പോ ആ ഒരു ദേവിയെ അറിയണമെങ്കിൽ എന്ത് വേണം? ആ പൂർണ്ണമായിരിക്കുന്ന അറിവ് നേടണം. അറിവ് മാത്രം ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. ഇപ്പൊ പരാശക്തി കൈവല്യപദദായിനി പഞ്ചമുക്തികള് സാമീപ്യം സാലോക്യം സാരൂപ്യം സായുജ്യം കൈവല്യം. ഇപ്പൊ കേവല ബ്രഹ്മസ്വരൂപം. അപ്പൊ ഇത് ശ്രുതി പറയുന്ന, ഇത് മുക്തിയാണ്. ശ്രുതി ഇത് തന്നെയാണ് പറയുന്നത്. വേദപഠനം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ലളിതാ സഹസ്രനാമ ഗ്രന്ഥമാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ലളിതാ ഉപാസകർക്ക് കൈവല്യ മുക്തിയാണ് ലഭിക്കുന്നത്. കൈവല്യം എന്നാൽ അറിവ് മാത്രം. അപ്പൊ ബാക്കി 4 മുക്തികളും അതാത് എന്താ പറയാ, ആ മികവിന്, അത് ശരിക്കും പറഞ്ഞാൽ അത് ലിമിറ്റഡ് ആണ്. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ലോകമെല്ലാം ശരീരമാണ്, എല്ലാം മിഥ്യയാണ്. കൈവല്യം എന്നാൽ ആ ഒരു തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന വാക്യത്തിന്റെ പൂർത്തീകരണമാണ്. അപ്പൊ ധ്യാനഗമ്യ, ധ്യാനം കൊണ്ട് ഒരു അളവ് വരെ മാത്രം അമ്മയെ അറിയാം അല്ലെ. മനുഷ്യന്റെ ബുദ്ധിക്കുള്ളിൽ മാത്രമാണ് ലോകം ഇരിക്കുന്നത്. അപ്പൊ മനുഷ്യന് അറിയാത്തതാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് ഈ 100% ഉണ്ടെങ്കിൽ നമുക്ക് 90% അറിയില്ല. 10% പോലും അറിയുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉള്ളതിന്റെ 1000 മടങ്ങ് ശക്തി നമുക്ക് ധ്യാനത്തിൽ കിട്ടും. അപ്പൊ 1000 ധ്യാനം ഒരു ലയം എന്ന് പറയാറുണ്ട്. ശക്തി എന്നാല് അന്തർശക്തി. ഒരു മനുഷ്യനെ ഷഡാധാരങ്ങളെയും പഞ്ചഭൂതങ്ങളെയും സഹസ്രാരത്തെയും ബന്ധിപ്പിക്കുന്ന ശക്തിയാണ് ധ്യാനം. ഇപ്പൊ 12 തത്വങ്ങള്, ഇപ്പൊ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഈ 12 തത്വം അറിഞ്ഞാൽ മതി. ധ്യാനത്തിൽ 30 മുക്കോടി ശക്തികളും ഉണരുന്നുണ്ട്. ആ ഒരു ഉത്തമ അറിവിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രപഞ്ച ജീവരാശികളെല്ലാം ജ്ഞാനത്തെ അടയാനാണ് അവരുടെ ലക്ഷ്യം. ഉയർന്ന ജന്മം മനുഷ്യജന്മം തന്നെയാണ്. ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച പാർവതി. അപ്പൊ നമ്മുടെ ശരീരത്തിലെ കലകളെ നമ്മൾ അറിയണം, ജ്ഞാനമടയണം. അപരജ്ഞാനം പരജ്ഞാനം. അപ്പോ ആ ഒരു സത്യമായിരിക്കുന്ന അറിവ്, അപരജ്ഞാനം ശരീരം. ഇപ്പൊ ദേശം കാലം വസ്തു ഇവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ ഒരു വിരാട രൂപം എന്ന് പറയുന്ന ബൃഹത്തായിരിക്കുന്ന വലിയ ശരീരം ബ്രഹ്മാണ്ടം, നമ്മുടേതോ പിണ്ടാണ്ടം. അറിവാണ് ആത്മാവ്. അപ്പോ ദേവി ജ്ഞാനവിഗ്രഹായൈ നമ. ശക്തി ഉപാസന എന്ന് പറയുന്നത് സാധനകൾക്കെല്ലാം തന്നെ ആ ഒരു ഡിറ്റർമിനേഷൻ വേണം, ഇല്ലെങ്കിൽ അതിൽ നിൽക്കാൻ സാധ്യമല്ല. അപ്പൊ ദേവി സുഖാരാധ്യയും കൂടെയാണ്. ഉത്തമ ജ്ഞാനികൾക്ക് മാത്രമാണ് ദേവി ഉപാസന സാധ്യമാകുന്നുള്ളൂ. ഹംസം വെള്ളത്തിൽ നിന്ന് പാല് തിരിച്ചെടുക്കുന്ന പോലെ പ്രപഞ്ച ഈ വൈവിധ്യത്തിൽ നിന്ന് വേണ്ടത് എടുക്കണം നമ്മൾ, അല്ലെ. നിത്യ അനിത്യ വിവേകം ഉണ്ടായിരിക്കണം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ജ്ഞാന സമ്പാദനമാണ് മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം, ഇല്ലെങ്കിൽ അവിദ്യ മലം വന്നു ചേരും. ഇപ്പൊ കാളിദാസന് ജ്ഞാനഭിക്ഷയാണ് ദേവി കൊടുത്തത്. ജ്ഞാനം വന്നാല് വൈരാഗ്യവും വന്നു ചേരും. ആത്മജ്ഞാനമുള്ളവര്, പരാശക്തിയെ അറിഞ്ഞവര് അല്ലെ, സർവ വേദാന്ത സ്വരൂപിണി, സകല ഉപനിഷത് സ്വരൂപിണി. ഇപ്പൊ നമ്മള് ശിവനാകണം ശക്തിയെ അറിയാൻ അല്ലെ. ഇപ്പൊ ശരീരം എന്നത് ശക്തി മൂലകം വെച്ച് ശിവ തത്വത്തെ അറിയണം. ഇപ്പൊ ബ്രഹ്മത്തിന്റെ 3 മുഖം എന്ന് പറയുന്നത് സത് ചിത് ആനന്ദം. അപ്പൊ ഈ 3ഉമുള്ള അറിവാണ് സത്ത്. അപ്പൊ അത് താങ്ങുന്ന ശക്തി ചിത്ത്, സദാ ഉള്ള ചിത്തിന്റെ അനുഭവം ആനന്ദം. അപ്പൊ മനുഷ്യൻ 96 അറിവോടെ ജനിക്കുന്നു എന്ന് പറയാറുണ്ട്. സർവ വേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി. ദേവിക്ക് മുഖ്യമായിട്ടും 14 ഉപാസകര്, അവര് 14 പഞ്ചദശി മന്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഋഷി എന്ന് പറഞ്ഞ മഹർഷി. ഇപ്പൊ ലോപാമുദ്ര സ്വരൂപിണി അല്ലെ, അഗസ്ത്യ മഹർഷിയുടെ ഗുരുവും ഭാര്യയാണ് ആ മഹാവിദർഭ രാജ്യത്തില് ഉള്ള ദേവി. അപ്പോ ഹാദിവിദ്യ,
ലോപാമുദ്ര കാതിവിദ്യ അഗസ്ത്യരുടേതാണ്. ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡലായേ നമ. ഒരു ബ്രഹ്മാണ്ടത്തിൽ എന്തൊക്കെ വേണം, സസ്യങ്ങള്, വൃക്ഷങ്ങള്, മൃഗങ്ങള് എല്ലാം തീരുമാനിക്കുന്നത് ദേവിയാണ്. അപ്പൊ തിഥി മണ്ഡല പൂജിതയാണ് ദേവി. ഇപ്പൊ ചന്ദ്രനും സൂര്യനും ചേർന്നത് ഒരു തിഥി. ഇതിനൊക്കെ വലിയ നക്ഷത്രം, ഇതിനൊക്കെ ആയിട്ട് ആ ഒരു വലിയ നക്ഷത്ര മണ്ഡലങ്ങളുണ്ട്. അപ്പൊ ഭൂമി എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കാക്കി ആ സ്വത്തുള്ളവര് ദാനം ദാനം എന്ന് പറയുന്നത് അവർക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ദാനം എന്ന് പറയുന്നതാണ് ഏറ്റവും ഉയർന്നത്. എന്നാൽ ദേവി അറിവാകുന്ന സമ്പത്ത് വച്ചിരിക്കുന്നവർക്ക് ബ്രഹ്മാണ്ടമാകുന്ന ഭുവനങ്ങൾ ഉൾപ്പെടെയുള്ള ദേവി സ്വത്തായിട്ട് ഇരിക്കുന്ന ദേവി. ദേവിക്ക് ഈ പ്രപഞ്ചം മുഴുവനും എല്ലാ ബ്രഹ്മാണ്ടങ്ങളും അമ്മയുടെ സ്വന്തമാണ് അല്ലേ. അപ്പൊ അറിവാകുന്ന സമ്പത്തുള്ളവർക്ക് ദേവിയെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ, ദേവിയെ തന്നെ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന സ്വത്തായിട്ട് കാണാൻ പറ്റണം അല്ലെ. ദേവി സ്വത്തൊക്കെ താനാണെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാം ഇവിടെ ഉപേക്ഷിക്കണം. എന്നാൽ ദേവിയെ സ്വന്തമായവർക്ക് ഈ ലോകങ്ങളെല്ലാം സ്വന്തമായിട്ട് തീരും. അപ്പൊ ജഗം എന്ന് പറഞ്ഞാൽ എന്താ, ലോകം. ജന്മം, ഗതി അല്ലെങ്കിൽ മോക്ഷം. അപ്പൊ ദേവി സമ്പത്തി എന്നാണ് അല്ലെ, അത് ഒരിക്കലും നശിക്കാത്തതാണ്. അപ്പൊ ദേവി സമ്പത്തിയില് ആ ഒരു മുൻപന്തിയില് വ്യാസൻ, അഗസ്ത്യൻ തുടങ്ങിയവരാണ്. ക്ലീം എന്ന് പറഞ്ഞാല് കാ പ്ലസ് ലാ പ്ലസ് ഈം, ക്ലീംകാരി, ഹ്രീംകാരി. ഇപ്പൊ ദേവിയുടെ 724 ഭുവനങ്ങളെ ഉണ്ടാക്കി ഭുവനേശ്വരി എന്ന പേര് വന്നു. ഈ ജഗത്തിനെ ഉണ്ടാക്കിയത് കാരണം ജഗന്മാത എന്ന് പേര്. ഗ എന്ന് പറഞ്ഞാൽ ജഗം. പിറവിയാണ്, മോക്ഷമാണ്, ഇപ്പൊ ഗതിയാണ്. ഇപ്പൊ ജനിച്ച എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്നവളാണ് ദേവി. മാ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ, അത് താ എന്ന് പറഞ്ഞാൽ നീ. ഇപ്പൊ തത്വമസി, മനുഷ്യർക്ക് മുക്തി കിട്ടുന്ന ഒരേ ലോകം ഭൂമിയാണ് അല്ലെ. കാരണം ഈ കൈവല്യം ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ പഞ്ചഭൂതങ്ങള്, ആ ഒരു സിദ്ധ ആധാരങ്ങള്, ദേവിയുടെ ആ ഒരു വീടായിരിക്കുന്ന സഹസ്രാരം എല്ലാം കൊടുത്ത് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുകയാണ് ദേവി. ഇപ്പൊ മനക്കണ്ണ്, ഉള്ളിലെ ജ്ഞാനക്കണ്ണ് ഇല്ലേ, മലങ്ങളെ എല്ലാം ഇല്ലാതാക്കണു. മലക്കണ്ണെന്ന് പറഞ്ഞാൽ മലത്രയങ്ങളെ ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു സാലോക്യം, നമ്മുടെ ലോകം ഈ ശരീരം തന്നെയാണ്. ദേവി അവിടെ ഇരിക്കുന്നു ഇല്ലേ. സാമീപ്യം, നമ്മുടെ കൂടെ സദാ ഇരിക്കുന്നു എന്നുള്ള വിശ്വാസം. സാരൂപ്യം എന്ന് പറഞ്ഞാലോ, തന്റെ ആ ഒരു പ്രതിബിംബം കാണുമ്പോൾ പരാശക്തി ഭ്രൂമത്യത്തിലെ ആ ഒരു അതിലാണ് ദേവി ഇരിക്കുന്നത് അല്ലെ. അപ്പോ മനസ്സിന്റെ ഒരു രൂപത്തില് ആ ഒരു ഭ്രൂമത്യത്തിൽ നമ്മൾ കുങ്കുമം വയ്ക്കുമ്പോൾ ദേവിക്ക് വെക്കണം. ഇപ്പൊ മലശരീരം എന്ന് പറയുന്ന ദ്രവ്യ ശരീരമാക്കണം. അപ്പൊ എന്നിട്ട് ആ അറിവ് എന്ന് പറഞ്ഞാൽ അമൃതമാണ് അല്ലേ. ജ്ഞാനം, സിദ്ധികൾ കൊണ്ട് അങ്ങനെ ശക്തിയെ നമ്മുടെ ഉള്ളിൽ കാണണം. അപ്പോ ശാരദ, നിരന്തരമായിട്ട് ഒഴുകുന്നവൾ. എന്ന് പറഞ്ഞാൽ ശമം, എന്ന് പറഞ്ഞാൽ ദുഃഖം, എന്ന് പറഞ്ഞാൽ ദാനം. അപ്പൊ സുഖം, തൃപ്തി, അഴക് കൊടുക്കുന്നവൾ ശാരദ. അപ്പൊ സായുജ്യം എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ യോഗം. ഞാനും ഈശ്വരനും അറിവും അറിഞ്ഞതും അറിഞ്ഞ വ്യക്തിയും എല്ലാം ഒന്നാണ് എന്നുള്ള ഭാവന. അപ്പൊ സായുജ്യ പദവി, അഹം ബ്രഹ്മാസ്മി. ഇനി കൈവല്യം, ലളിത ഉപാസന കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാല് കൈവല്യമുക്തി. അപ്പോ ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡലായ നമ. ലോപാമുദ്ര ദേവി, ആ ഒരു ദേവി ഭക്തി, അതായത് 14 മുഖ്യ ഉപാസകര് ദേവിയുടേതുണ്ട്. ലോപാമുദ്ര അഗസ്ത്യ പത്നിയാണ്. ലോപാമുദ്രയിൽ നിന്ന് ബീജദീക്ഷ വാങ്ങി അഗസ്ത്യൻ. അപ്പൊ അഗസ്ത്യന്റെ ഗുരുസ്ഥാനം ആ ഒരു വിദർഭ രാജ്യത്തിലുള്ളവൾ. അപ്പൊ ആ ഒരു പരശുരാമന്റെ നിർദ്ദേശം അനുസരിച്ച് പരാശക്തി അംശമായിരിക്കുന്ന ലോപാമുദ്രയിൽ നിന്ന് അഗസ്ത്യന് മന്ത്രം സ്വീകരിക്കുകയാണ്. അപ്പൊ ദേവിയുടെ പഞ്ചദശാക്ഷരി മന്ത്രം ഉണ്ടാക്കിയ ഒരാളാണ്. അതുകൊണ്ട് ഇത് ഹാദിവിദ്യ, ലോപാമുദ്ര, കാദിവിദ്യ എന്ന് പറയുന്നത് അഗസ്ത്യൻ, ഹാദിവിദ്യ, ലോപാമുദ്ര ഉണ്ടാക്കിയ പഞ്ചദശാക്ഷരി മന്ത്രം. അപ്പൊ 14 തരത്തിലുള്ള ശ്രീവിദ്യ മന്ത്രങ്ങളുണ്ട്. അപ്പൊ ദേവിക്ക് എളിമയും ഭക്തിയോടുകൂടി ചെയ്യുന്ന പൂജയാണ് ഇഷ്ടം. ഭക്തി ഇല്ലാത്തടത്ത് ദേവി ഇല്ല. ഭക്തി എന്നാൽ എന്താ, ദേവി സ്വരൂപമാണ്. അപ്പൊ അമ്മ എന്ന് വിളിച്ചാലും മതി അല്ലെ. ആ ഒരു ഏറ്റവും വലിയ മന്ത്രം പഞ്ചാക്ഷരമാണ്. അപ്പൊ ദേവി മന്ത്രത്തിന് പഞ്ചദശാക്ഷരം എന്നാണ് അർത്ഥം. ഇപ്പൊ നിർഗുണ മന്ത്രം ഓം എന്ന് പറഞ്ഞാൽ അഥവാ പ്രണവം. മറ്റെല്ലാ മന്ത്രങ്ങളും കാമ്യ മന്ത്രങ്ങളാണ്. അതിനൊരു രൂപം ഉണ്ടായിരിക്കും. എല്ലാം സഗുണ രൂപങ്ങൾക്കും പരിമിതിയുണ്ട്.
ആ ഒരു ലിമിറ്റ്ലെസ് ആയിരിക്കുന്ന ആകാശം, ബഹിരാകാശം. അപ്പൊ ആ ഒരു ലിമിറ്റ് ആകാശം എന്ന് പറഞ്ഞാൽ അന്തരാകാശം. അന്തരാകാശത്തില് ആ ഒരു തള്ളവിരലിന്റെ രൂപത്തിൽ ജീവൻ ഇരിക്കുന്നു. ഓം ഐം ഹ്രീം ക്ലീം ശ്രീം 5 മഹാമന്ത്രങ്ങൾ ഇല്ലേ? അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ഏകാക്ഷരമായിട്ട് തോന്നിയാലും ഓരോന്നിലും 3 ലെറ്റർ വീതം ഉണ്ട്. 5 × 5 25 തത്വങ്ങൾ. അപ്പൊ ഈ 5 മഹാബീജങ്ങൾ ജപിച്ച 25 തത്വശുദ്ധി കിട്ടുമെന്ന് പറയണു. നമ്മുടെ DNA അതായത് കണക്റ്റഡ് ആവും, കണക്ഷൻ ഉണ്ടാകും ഇല്ലേ? ഇത് ശരീരത്തിൽ ഓൾറെഡി കോഡഡ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ റെക്കോർഡ് ആയാല് ആ ഒരു ജീവനില് റെക്കോർഡാകും. ഇപ്പം ജീവൻ എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. അപ്പൊ അതില് റെക്കോർഡ് ചെയ്തെങ്കിൽ ചെയ്ത മന്ത്രങ്ങൾ ഒന്നും തന്നെ മായ്ക്കാൻ പറ്റില്ല. അത് മായ്ക്കണമെങ്കിൽ ഒരാളിനെ സാധിക്കൂ, പരമേശ്വരൻ അല്ലെ? അതുകൊണ്ടാണ് ഈ മന്ത്രം റെക്കോർഡിംഗ് കൊണ്ട് നമ്മുടെ ആ ഒരു പൂർവ്വവാസന ക്ഷയിച്ച് ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്ന് പറയാറുള്ളത്. ഇപ്പൊ പരമേശ്വരൻ എപ്പോഴും ധ്യാനത്തിലാണ് ഇരിക്കുന്നത് അല്ലെ? അത് അല്ലാതെ ഒന്ന് മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു എന്താ പറയാ റെന്റിനിരിക്കുന്നു ഒന്നാണ്. ശരിക്കും പറഞ്ഞ ഒന്നായിരിക്കുന്ന ജീവൻ. ശരീരം മാത്രം നമ്മുടേത്, അത് നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ഈ അറിവ് ആത്മീയ സാധനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പൊ ദേവി അനുഗ്രഹം കൊണ്ടും പൂർവജന്മ വാസന കൊണ്ടും മാത്രമേ ഈ ഒരു രഹസ്യ അറിവ് നമുക്ക് കിട്ടുള്ളൂ. മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ മഹാശക്തിയാണ്. അപ്പൊ മന്ത്രം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ലയിക്കും. മന്ത്ര യന്ത്ര തന്ത്രാദികള് ചെയ്യുന്നവരിൽ 24 മണിക്കൂറും ഈ ശക്തി ഉണ്ടായിരിക്കും. ഇത് മഹാരഹസ്യാണ്. അപ്പോ ആ പഞ്ചദശി മന്ത്രത്തിൽ ചേർത്തിരിക്കണം. ലോപാമുദ്രയാണ് ഈ പഞ്ചദശിയുടെ ഉപജ്ഞാതാവ്. ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല. അപ്പൊ ബ്രഹ്മാണ്ടങ്ങൾക്ക് മുകളില് 724 ഭുവനങ്ങള്. ഈ ഒരു ബ്രഹ്മാണ്ടത്തിൽ സൗരയുധവും ആ ഒരു സോളാർ സിസ്റ്റവും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ. പക്ഷെ ദേവിക്ക് ക്ലിപ്തമായിട്ട് എത്രയുണ്ടെന്ന് അറിയാം. അപ്പൊ ദേവി അദൃശ്യാദൃശ്യ. അപ്പൊ അദൃശ്യം എന്ന് പറഞ്ഞ ആത്മാവ് ആ ഒരു എന്താ പറയാ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? ദൃശ്യാദൃശ്യ. അപ്പോ ആ ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒളി, പ്രകാശം, ശബ്ദം അല്ലേ? അപ്പോ ഓം എന്നത് ആ ഒരു നിർഗുണ ബ്രഹ്മത്തെ കാണിക്കണം, പക്ഷെ ദൃശ്യമല്ല. അപ്പൊ ദേവിയെ അടയണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വഴി സാക്ഷാത്കാരം അല്ലെങ്കിൽ റിയലൈസേഷൻ, സംശയമില്ലാത്ത അവസ്ഥയാണത്. അപ്പൊ ആ ഒരു കൺവിക്ഷൻ, കൺവിൻസ്ഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അതിനെ ഉറച്ച് വിശ്വസിക്കുക. അത് ആ ഒരു ജീവ ബ്രഹ്മൈവ നാപര, ഉറച്ച വിശ്വാസം. ഈ ജീവനും ആ ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. അതുണ്ടാക്കുന്ന ആ ഒരു കണക്ഷൻ, ആ ഒരു ഫാക്ടർ മന്ത്രമാണ്. അപ്പൊ മന്ത്രമാണ് നമ്മളെ ദേവതയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫാക്ടർ അല്ലെ? നമുക്ക് ദേവിയെ കാണാം, കേൾക്കാം ഇല്ലേ? ആ ഒരു ശരിക്കും പറഞ്ഞാല് കേൾക്കാം, കാണാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ശക്തിയെ ഉള്ളിൽ അറിയാം. അപ്പൊ ഈ മൂന്നും തന്നെ 3 ഗ്രന്ഥികള്. ഇതിനെ ദേവിക്ക് ആ ഒരു ആജ്ഞാ സഹസ്രാരവുമായിട്ട് ലയിക്കണം. ഒന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാല് ആ ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുകയാണ് അതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോ ആ ഒരു സ്വതന്ത്രരായിട്ട് നമുക്ക് നമ്മുടെ ജന്മം ഡിസൈഡ് ചെയ്യണം അല്ലേ? ആ ഒരു അവതാരമായിട്ട് ലോക നന്മയ്ക്കായിട്ട് വേണം വരാൻ. ഇതിന് അറിവ്, ജ്ഞാനം, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ. ആ ഒരു എലിമെന്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ സ്വയം നേടിയെടുത്തെങ്കിലേ പറ്റുള്ളൂ. ഇത് ആരും നമുക്ക് കൊണ്ടുതരില്ല. നമ്മൾ 3 വിഷയങ്ങൾക്ക് കടമപ്പെട്ടവരാണ്: ശരീരസുഖം, മനസുഖം, ആത്മസുഖം. അപ്പൊ ആദ്യത്തേതിന് 98% മനസുഖത്തിന്, 2% എന്ന ആത്മസുഖത്തിന് വിരലിൽ എണ്ണാവുന്നവർ മാത്രം ശ്രമിക്കുന്നു. കാരണം ആത്മസുഖം നശിക്കാത്തതാണ് അല്ലെ? ആനന്ദം എന്നും ജീവന്റെ കൂടെ ചേർന്നിരിക്കുന്നതാണ്. ഏത് ജന്മത്തിലും കൂടെ ഉള്ളതാണ്. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ ജനിക്കണമെന്ന തീരുമാനം നമുക്ക് തന്നെ എടുക്കാൻ സാധിക്കും. ആത്മവിചാരം ഇല്ലാതെ ജീവിതത്തിൽ ഉയരാൻ സാധ്യമല്ല. അത് പറഞ്ഞു തരാൻ നമുക്ക് ഗുരു മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ശരീരസുഖത്തിനും മനസുഖത്തിനുമുള്ളത് പറഞ്ഞു തരുന്നു. ആ പല വിദ്യകൾ വഴി ഈ പരാശക്തിയെ അറിയാൻ ശ്രമിക്കുന്നു. സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണിയെ നമ. അപ്പൊ ജ്ഞാനം വേണം. മഹാകൈലാസത്തിൽ എത്താണെങ്കിൽ എന്ത് വേണം? പൂർണ്ണമായിരിക്കണം ജ്ഞാനത്തെ അടയണം. യോഗിനി എന്ന് പറഞ്ഞാല് യുജ് എന്നതിൽ നിന്ന് യോഗം എന്ന വാക്ക് വരണം. അപ്പൊ ജീവന് പരമാത്മാവ് എന്നതിനെ അറിയാൻ അതുമായിട്ട് ഐക്യം ഉണ്ടാകണോ അറിയുമ്പോൾ. അപ്പൊ അതിനെയാണ് നമ്മൾ യോഗം എന്ന് പറയുന്നത്. ദേവിയെ ചുറ്റി 64 കോടി യോഗിനികളായിരിക്കുന്നത്. അപ്പൊ ജീവന് പരമാത്മാവിനെ അറിഞ്ഞു എന്നാൽ എന്താ? അത് പരമാത്മാവായിട്ട് തീർന്നു.
അപ്പൊ 84 ലക്ഷം യോഗങ്ങളുണ്ട്. ശരീരത്തിൽ തന്നെ ഒരു വിശൃംഖലം, ഒരു ചെയിൻ രൂപമായിട്ട് ശരീരത്തിൽ കോടിക്കണക്കിന് എന്താ പറയാ സന്ധികള്, മുഖ്യമായി 1008 യോഗസൂത്രങ്ങള് ആദിയോഗിയായിരിക്കുന്ന പരമശിവൻ ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാഹ്യ സ്ഥൂല ശരീരത്തിലല്ല. അപ്പോൾ ജീവൻ പക്ഷേ ഈ ഉപാധിയായിരിക്കുന്ന ശരീരത്തിലൂടെ ജീവനെ അടയാൻ സാധിക്കുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എല്ലാ അറിവുകളും ഉള്ളിലെ ഈ ജീവനാണ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ പൂജ ആർക്കാണ് ചെയ്യുന്നത്? ഉള്ളിലിരിക്കുന്ന ആളിനാണ്, അല്ലേ? അപ്പൊ കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കണം, അല്ലേ? ആത്മാവിന്റെ മലക്ലേശങ്ങളെ മാറ്റണം. അപ്പൊ ഇതിന് രണ്ട് കാര്യങ്ങൾ അറിയണം: ഈശ്വരൻ, ജീവൻ. അപ്പൊ ഇവർ ആരാണ്? ഈശ്വരന് പരബ്രഹ്മത്തിന്റെ ആ പരബ്രഹ്മത്തിന് രൂപമില്ല. അപ്പൊ മായ എന്ന ശക്തി പരബ്രഹ്മമാണെന്ന് പറയണു എന്ന പേരില് ഈ പ്രപഞ്ചത്തെ പ്രതിഫലിപ്പിച്ച് നമ്മളെ കാണിക്കണു. അപ്പൊ അജ്ഞാനം എന്ന ശക്തി ജീവനില് മായ മറയപ്പെടുന്നു. അപ്പൊ ജ്ഞാനമാണ് ഈശ്വരൻ, അജ്ഞാനം ജീവനില്. അപ്പൊ നമുക്ക് ജ്ഞാനം വേണം. അപ്പൊ ഈ അജ്ഞാനം മാറണം, ഇല്ലേ? ബ്രഹ്മം മായ എന്ന ശക്തിയെ വെച്ച് സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നു. നമ്മൾ ജ്ഞാനം കൊണ്ട് ഈ മായയെ ഇല്ലാതെയാക്കണു. ഇപ്പൊ രൂപമുള്ളതൊന്നും പരബ്രഹ്മമല്ല. യോഗം എന്ന് പറഞ്ഞാല് അഭ്യാസം, ശാസ്ത്രം, ഭക്തി, കർമ്മം, ജ്ഞാനം. അപ്പൊ ഇതിലൂടെ എല്ലാം തന്നെ ഏതിലൂടെ വേണമെങ്കിലും നമുക്ക് ആ യോഗത്തിൽ എത്താൻ പറ്റും. അപ്പൊ ആ പരമശിവ അനുഭവം ആ പരമശിവ അനുഭവമാണ് യോഗത്തിന് കാരണം. അത് ദേവിയാണ്. ഇപ്പൊ ദേവി യോഗം കൊടുക്കുന്നവൾ ഭഗവതി. അപ്പൊ യോഗത്തെ അനുഭവിക്കാനും ഒരു ഭാഗ്യം വേണം, അല്ലെ? അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു യമ നിയമ ആസനം, പ്രാണായാമം, ധാരണ, ധ്യാനം, സമാധി, പ്രത്യാഹാരം. അപ്പൊ ദേവി നമ്മളെ ത്രികോണാന്തര ദീപികയാണെന്ന് കണ്ടു. പ്രാണൻ നിർഗുണമാണ്, അപാനൻ വ്യാനൻ ഒക്കെ സഗുണം. അപ്പൊ ദേവി ത്രികോണത്തിന്റെ ഉള്ളിൽ വരും. അപ്പൊ ത്രികോണത്തിലൂടെ പുറത്തു പോകും. അപ്പൊ ഹ്രീം എന്ന് പറഞ്ഞ ഹകാരം, രകാരം, ഈംകാരം, അല്ലെ? യോഗത, യോഗ്യ, യോഗാനന്ദ. അപ്പൊ ദ്വൈത ബുദ്ധി ഇല്ലാത്തത്. സർവം ശക്തിയാണ് ഈ ജഗത്ത്. അപ്പൊ സത്, ചിത്, ആനന്ദം. ഇപ്പൊ ബ്രഹ്മത്തിന്റെ 3 മുഖങ്ങള്. സത്ത് എന്ന് പറഞ്ഞാൽ ഹ്രീം, ഐം എന്ന് പറഞ്ഞാൽ രജസ്, ക്ലീം എന്ന് പറഞ്ഞാൽ തമസ്. ഈ 3നെയും ചേർക്കുന്ന ശക്തി ശ്രീം, അല്ലെ? അപ്പൊ ശ്രീം സദാശിവനിൽ ലയിക്കും. ഇപ്പൊ ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, മഹേശ്വരൻ, സദാശിവൻ എന്നത് ആനന്ദം. ആ ഒരു ഈശ്വരി യോഗാനന്ദം എല്ലാവർക്കും വേണ്ടത്. ഇപ്പൊ ശിവശക്തി സദാ ചേർന്നാണ് ഇരിക്കുന്നത്, ഇല്ലേ? ഇപ്പൊ ജകാരോ ജന്മവിച്ഛേദ, പകാരോ പാപനാശനം. അപ്പൊ ഇച്ഛ, ജ്ഞാനം, ക്രിയാശക്തികള് ഒരുമിക്കണു. വാമ, ജ്യേഷ്ഠ, രൗദ്രി, ഇത് തന്നെയാണ് എല്ലാം. ഇപ്പൊ ബ്രഹ്മ, വിഷ്ണു, രുദ്ര ഗ്രന്ഥികള്, സർവാധാര, സുപ്രതിഷ്ഠ, എല്ലാറ്റിനും ആധാരം. ഇപ്പൊ ശരീരത്തിനുള്ളിൽ എല്ലാറ്റിനെയും അതാത് സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നവൾ. 30 മുക്കോടി ദേവകളും ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോ ഈ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന 30 മുക്കോടി ദേവകൾക്കും നമസ്കാരം പറയണം. കാരണം ഇതെല്ലാം അവര് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? അപ്പൊ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും ബഹിരാകാശത്ത് ഗോളങ്ങളും നവഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എങ്ങനെയാണോ തമ്മിൽ തട്ടാതെ സഞ്ചരിക്കുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തില് എല്ലാറ്റിനെയും പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കൈപ്പത്തിയില്, നെറ്റിയില്, കണ്ണ് സൂര്യൻ, മനസ്സ് ചന്ദ്രൻ, എല്ലാം ഓരോ ദേവതയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആകാശത്തെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? സൂര്യൻ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന 2 ശക്തികളുണ്ട്. ഇപ്പൊ എല്ലാം സോളാർ സിസ്റ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ശരീരമാകുന്ന പിണ്ഡാണ്ടത്തില് ഹൃദയസ്ഥാനത്ത് ഇരിക്കുന്ന ആത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് ഈ മനുഷ്യയന്ത്രം നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ എവിടെ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാല്, അപ്പൊ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, ഇല്ലേ, എല്ലാം തകരാറാവും. ഇപ്പൊ ഇന്റേണൽ വരുന്നത് നമ്മുടെ കർമ്മദോഷം കൊണ്ടാണ്. ആ മഹർഷിമാര് ധാരാളം പരിഹാരങ്ങൾ നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച് ഈ പ്രപഞ്ചത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതുമായിട്ട് ട്യൂൺ ആകണം. മാത്രമല്ല, നമ്മൾ ഭൂമിയെ പോലെ ഒരു നീല കളറുള്ള ഒരു ബ്ലൂ ഓറ കൊണ്ട് പരമേശ്വരൻ നമ്മളെ രക്ഷിക്കുന്നുണ്ട്. ആ ഓറ എന്നില്ലാതാകുന്നു അന്ന് ഭൂമിയില്ല. അപ്പൊ ഭൂമിക്കുള്ളിൽ വലിയ വിഷയങ്ങളും വരാതെ നമ്മെ എന്താ പറയാ രക്ഷിക്കുന്നത് ഈ ഒരു ലെയറാണ്. അപ്പൊ ഋഷിമാർ തന്നെയാണ് ജ്ഞാനത്തിന്റെ ആ ഒരു ശ്രോത്രിയനാകുന്നുവോ കേട്ട് മനസ്സിലാക്കി തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഋഷിമാരുടെ DNA കണക്ട് ആകണം. ഇതാണ് പൂജ, മന്ത്ര, ജപം, ധ്വനി, ശബ്ദം എല്ലാം ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ശബ്ദം എപ്പോഴും മുകളിലേക്ക് യാത്ര ചെയ്യുമെന്ന് പറയുന്നുണ്ട്.
വ്യോമകേശി വിമാനസ്ഥ വജ്രണി വാമകേശ്വരിയെ നമ. വ്യോമം എന്നാൽ ശിവന്റെ തലമുടി. അപ്പൊ തേനീച്ചക്കൂട് പോലെ എല്ലാം നമ്മുടെ സത്കർമ്മങ്ങള് ദുഷ്കർമ്മങ്ങൾ എല്ലാം ഇവിടെ വന്നു ചേരും. പുണ്യം ജ്ഞാനം എല്ലാം തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ നമ്മുടെ ജന്മങ്ങൾക്ക് കാരണമാകും. ഇപ്പൊ പിറവിക്ക് 6 സെക്കൻഡിന് തൊട്ട് മുമ്പേ ബ്രഹ്മം ആ ഒരു തലേവരെ ക്ലോസ് ചെയ്യും. ഇപ്പൊ ദേവി സർവാനുലംഘ്യ ശാസന, എല്ലാ ശാസ്ത്രങ്ങളും ദേവിയുടെ അഡ്വൈസ് ആണ് അല്ലെ. സദ്രൂപധാരിണി, ഏത് രൂപമെടുത്താലും നമ്മുടെ കൂടെ നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ദേവി എടുക്കുന്നത്. അഷ്ടമൂർത്തി അജാജൈത്രി ലോകയാത്രാ വിധായിന്യേ നമ. അഷ്ടധാതുക്കള്: 1 മന്ത്രം, 2 രൂപം, 3 ഭൂതം, 4 പ്രകൃതി, 5 ദ്രവ്യം, 6 സ്വഭാവം, 7 ലിംഗം, 8 സിദ്ധി. അപ്പൊ അഷ്ടധാതുക്കള് അഷ്ടമൂർത്തി സ്വരൂപമായിട്ട് പരമേശ്വര രൂപത്തിലിരിക്കണു. അതില് മന്ത്രമൂർത്തികള് ലക്ഷ്മി, മേധ, ധാര, പുഷ്ടി, ഗൗരി, ആ ഒരു തുഷ്ടി, പ്രദ, ധൃതി. അപ്പോ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവാത്മാ, പരമാത്മാ, നിർമ്മലാത്മാ, ശുദ്ധാത്മാ, ജ്ഞാനാത്മാ, മഹാത്മാ, ഭൂതാത്മാ. എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഭൂതങ്ങള്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം അല്ലെ. സൂര്യൻ, ചന്ദ്രൻ, സ്വർഗം. ഇനി പ്രപഞ്ചം, പ്രകൃതികള്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പോ ഇനി ആ ഒരു എന്താ പറയാ ദിവ്യമൂർത്തികള്, ഡിവൈൻ ഫോംസ് ഏതൊക്കെയാണ്? ബ്രഹ്മ, പ്രജാപതി, ദേവന്മാര്, ഗന്ധർവങ്ങള്, യക്ഷന്മാര്, രാക്ഷസന്മാര്, പിതൃക്കള്, പിശാചുക്കള്. ഇപ്പൊ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ദയ, ക്ഷമ, മിത്ര, ശൗചം, അനായാസം, മംഗളം, അകാർപ്പണ്യം, അസ്പൃഹ. ഇവയെ നമ്മൾ ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, അധർമ്മം, അജ്ഞാനം, വൈരാഗ്യം, അനൈശ്വര്യം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ലിംഗധാതുക്കൾ എന്ന് പറഞ്ഞാല് ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, ചർമ്മം. അഷ്ടസിദ്ധികള് അണിമ, ലഘിമ, ഗരിമ, ഈശ്വത്വ, വശ്യത്വ, പ്രാകാമ്യ, പ്രാപ്തി. അഷ്ടമാതൃക്കള് ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേശ്വരി, ചാമുണ്ട, മഹാലക്ഷ്മി. വാഗ്ദേവികള് വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജൈനി, സർവേശ്വരി, കൗളിനി. അഷ്ടശിവൻ ഭവൻ, ശർവൻ, ഈശ്വരൻ, പശുപതി, രുദ്രൻ, ഉഗ്രൻ, ഭീമൻ, മഹാൻ. ഇപ്പൊ ദേവി തന്നെ ഈ പ്രപഞ്ചത്തെ ഇച്ഛാശക്തി വാമ, സരസ്വതിയായിട്ട് ജ്ഞാനശക്തി ജ്യേഷ്ഠ, ലക്ഷ്മിയായിട്ട് ക്രിയാശക്തി രൗദ്രി, ദുർഗയായിട്ട് അപ്പൊ തന്റെ ശക്തികളിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പൊ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഈ നമ്മുടെ ശരീരത്തില് ലിവിങ് ഇൻ ഹർ ബോഡി, അമ്മയുടെ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ വിരാട രൂപം എന്ന് പറഞ്ഞാൽ ആ ഒരു 84 മില്യൺ ടൈപ്സ് ഓഫ് ബീയിങ്സ് അല്ലെ. ഈ ഭൂമിയിലുള്ള 84 ലക്ഷം രൂപത്തിലുള്ള ആ ഒരു എന്താ പറയാ ജീവജാലങ്ങള് എല്ലാം തന്നെ നമുക്കതിനെ ചെടി കൊടികളായിട്ട് അല്ലെ മറ്റ് ജീവജാലങ്ങളായിട്ട് എല്ലാം നമുക്ക് ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ശരീരം ശരിക്കും പറഞ്ഞാൽ 7 ധാതുക്കൾ കൊണ്ട് 5 ഭൂതങ്ങളെ കൊണ്ട് അല്ലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തക്കോണം പഞ്ചീകൃതമായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റാത്തതൊന്നും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നല്ല, നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവയെല്ലാം തന്നെ. അപ്പൊ നമ്മൾ കാണാത്തതൊന്നും ഇവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദേവി എന്ന് പറഞ്ഞാൽ ഷീ ഈസ് അൺറീച്ചബിൾ ബിക്കോസ് ഷീ ഈസ് സ്പ്രെഡ് ഇൻ 3 ടൈംസ്. അപ്പൊ 3 തലങ്ങളിലാണ് ഭൂതം, ഭാവി, വർത്തമാനം എല്ലായിടത്തും അമ്മ വ്യാപിച്ചു നിൽക്കുകയാണ് അല്ലെ. അപ്പൊ 8 നമുക്ക് എന്താ പറയാ ആ ഒരു മൂർത്തികളായിട്ട് അല്ലെ ആ ഒരു സാധകന് മനസ്സിലാക്കുന്ന രീതിയിൽ, അതായത് നമുക്ക് ഇത് മനസ്സിലായെങ്കിൽ അഷ്ടമൂർത്തി അജാജൈത്രി, നമ്മള് ശിവനും അഷ്ടമൂർത്തികളെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അമ്മ തന്നെയാണ് ഈ 8 മൂർത്തികളായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് ജീവിതത്തിൽ അറിവ് കിട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോ ലോകം അഷ്ടപ്രകൃതിയാണ്, 64 കലകള്, അംബികയാണ് ഇതിനെല്ലാം അധീശ്വരിയായിട്ടിരിക്കുന്നത്. അപ്പൊ ദേവി പരമേശ്വരനോട് ചേർന്നിരിക്കുമ്പോഴാണ് ഈ ശക്തി അടയുന്നത്. നമുക്ക് ഭക്തിയിലാണ് ശക്തി. അപ്പൊ ശക്തി ശിവനോട് എങ്ങനെ ചേർന്നിരിക്കുന്നു അതുപോലെ ഭക്തൻ ദേവിയുമായിട്ട് സദാ ചേർന്നിരിക്കണം. എന്നാലേ ധൈര്യം വീര്യം എല്ലാം ലഭിക്കുകയുള്ളൂ. അപ്പൊ ദേവി സർവശക്തി സ്വരൂപിണി. അപ്പൊ അഷ്ടമാതൃ സ്വരൂപിണി. അപ്പൊ ദേവി ആ ഒരു വ്യാപിനിയായിട്ട് അല്ലെ എല്ലായിടത്തും
വ്യാപിച്ചിരിക്കുന്ന അഷ്ടമൂർത്തി സ്വരൂപത്തില് ലോകത്തില് മുഴുവനും എന്താ ഊടും പാവും പോലെ മുഴുവനും വ്യാപിച്ചിരിക്കണു. അമ്മ ഏകാകിനി ഭൂമരൂപ നിർദ്വൈത. ഇപ്പൊ ദേവി ഏകാകിനിയാണ്, ഒരേ ഒരാളാണ് പലതായിട്ട് മാറുന്നത്. ഏകൈവാഹം ജഗത്തത്ര ദ്വിതീയകാമ മമാപര, അല്ലെ? സർവം ഖൽവിതം ഏവാഹം നാന്യതസ്തി സനാതനം. ഇതൊക്കെ ആദ്യം തന്നെ തുടക്കത്തില് ദേവി തന്നെ പറയുന്ന വാക്കുകളാണ്. ഇതൊക്കെ മന്ത്രങ്ങളാണ്. അപ്പൊ നമ്മളില് പലതും പലതായിട്ടിരിക്കണു, അല്ലെ? അച്ഛൻ, വലിയച്ഛൻ, മകൻ, സഹോദരൻ തുടങ്ങിയ പല വേഷങ്ങൾ കെട്ടണു. ഒരേ ബ്രഹ്മം പലതാകണു. ഭൂമരൂപ, ഭൂമി വലുതാണ്. ഭൂമിയുടെ രൂപത്തില് ദേവി ഭൂമി ദേവിയായിട്ട്, അതിന്റെ മഹത്വം ഭൂമിയില് എന്താ പറയാ, എന്തിട്ടാലും അതിന് ജീവൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം മരങ്ങള്, ജന്തുക്കള്, മനുഷ്യരെല്ലാത്തിനും ജീവൻ കൊടുക്കുന്നത് ആരാ? ഭൂമിയാണ്. ഭൂമിയിൽ നിന്ന് മുളച്ചത് എന്ത്, ഭൂമിയിൽ ഏത് വിത്തിട്ടാലും പൊടിച്ചു വരുവാണ്, അല്ലേ? അത് ഭക്ഷിച്ചിട്ടാണ് ഇവിടെ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. അപ്പൊ മനുഷ്യനും ഈ ശക്തിയെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭൂമി മാതാവെന്ന് പറയുന്നത്. ഇപ്പൊ ദ്വൈതവർജിത, താനും ദൈവവും വേറെയല്ല, അല്ലെ? വേറെ ആണെന്നുള്ളതോ ലോവർ ലെവൽ, അല്ലെങ്കിൽ അധമഭാവമാണ്, അജ്ഞാനമാണ്. ദേവി പറയണു, ഞാൻ നിന്റെ ഹൃദയ പത്മത്തിലാണ് വസിക്കുന്നത്. അതറിയണമെങ്കിൽ അന്തർമുഖത്വം വേണം, അതിനുള്ള മനസ്സ് വേണം, 6 ശുദ്ധികൾ വേണം. കാലം, ദേശം, ദ്രവ്യം, ആ ഒരു ഭാവന, മന്ത്രം, മനസ്സ് എല്ലാം ശുദ്ധമാകണം. എത്രത്തോളം അകത്തോട്ട് യാത്ര ചെയ്യുന്നുവോ അത്രത്തോളം ദേവിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ബാഹ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. കണ്ണ്, ചെവി, ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ദേവിയെ അറിയാൻ സാധ്യമല്ല, അല്ലെ? അപ്പൊ ഇതൊക്കെ ഇനി ഈ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളാണോ ഈ ചെവി, കണ്ണൊക്കെ? നമുക്ക് കണ്ണടച്ചാലും ചെവി കേട്ടില്ലെങ്കിലും ഈ സത്വം, ഈ അജ്ഞാനം മാറിക്കഴിഞ്ഞ് ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയാകാശത്തില് ആ പഞ്ചബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ദേവി പ്രകാശിക്കുന്നത് നമ്മുടെ അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നാളെ നമുക്ക് കണ്ണോ ചെവിയോ നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിച്ചില്ലെങ്കിലും നമുക്ക് ദേവിയെ എവിടെ ഇരുന്നാലും കണ്ണടയ്ക്കുമ്പോ അമ്മയുടെ ആ ഒരു രൂപം നമ്മുടെ ഉള്ളില്, അല്ലെ? അമ്മയുടെ ആ ഒരു അനുഭവം നമ്മുടെ ഉള്ളില് ഉണ്ടാകും. ഓം ഇത്തേകാക്ഷരം ബ്രഹ്മം, നിർഗുണ ബ്രഹ്മത്തെ ഗുണത്തിലൂടെ അറിയാൻ സാധ്യമല്ല. ദേവി അന്നദ, അന്നം ജീവന, അന്നമയ കോശമാണ് ഏറ്റവും പ്രധാനം, അല്ലെ? ഇപ്പൊ അന്നം ജീവസ്യ കാരണം, ഇപ്പൊ ജീവന്റെ ഉത്പത്തി അന്നത്തിൽ നിന്നാണ്. ദേവി അന്നപൂർണേശ്വരിയായിട്ട്, വിശാലാക്ഷിയായിട്ട് കാശിയില് പരമേശ്വരന് അന്നദാനം ചെയ്യുന്നു. ഇപ്പൊ ശിവന് കൊടുത്താലും എല്ലാ ജീവനും കിട്ടിയ പോലെയാണ്, അല്ലെ? അന്നം ജീവൻ ആധാരമാണ്. ഇപ്പൊ പരാശക്തി ജ്ഞാനം കൊണ്ട് ദ്വൈത ബുദ്ധി മാറ്റും. ആ ഒരു ജീവനും ശിവനും, ആ ശിവനുമുള്ള ബന്ധം മനസ്സിലാകും. ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്നുള്ള സത്യത്തെ നമ്മൾ ഉണരും. ഗുരു, ശരിക്കും പറഞ്ഞാൽ ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവാണ് ഉപനയനം, കൈ പിടിച്ച് ശിഷ്യനെ കൂട്ടിക്കൊണ്ടു പോകുന്ന യാത്ര, ഇല്ലേ? ഇപ്പൊ ഗുരുവും ശിഷ്യനും ഒന്നാകും. അപ്പൊ അജ്ഞാനം പോകുമ്പോ ജീവൻ ശിവനാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഇപ്പൊ പര എന്നാല് കാണാൻ പറ്റാത്തതെന്നും, ആ ഒരു എന്താ പറയാ, നമുക്ക് അനേക ജന്മങ്ങളിലൂടെ യാത്രയിൽ പല ദേവതകളെ ഉപാസന ചെയ്ത് അവസാനം അതെല്ലാം ശക്തിയാണെന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പര എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ആയിട്ടിരിക്കുന്ന, ഏകമായിട്ടിരിക്കുന്ന, അല്ലെ? കാണാൻ പറ്റാത്തതെന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ അവസാനം ആ ഒരു അജ്ഞാനം മാറ്റി യാത്ര ഏകദേശം അപ്പോഴാണ് അവസാനിക്കുന്നത്. കാരണം ഇതെല്ലാം നാമരൂപങ്ങളുടെയും പിറകില് ഏകമായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരിയാണെന്നുള്ള അറിവ്, അതാണ് ഉത്തമം, ഗ്രേറ്റസ്റ്റ്, അല്ലെ? എല്ലാം എന്താ പറയാ, പരയാണ്. അതാണ് നമുക്ക് ഏറ്റവും ഉത്തമ ജ്ഞാനം എന്ന് പറയുന്നത്. ബ്രഹ്മസത്യം, ആ ഒരു കൺവിക്ഷൻ വേണം നമുക്ക്, അല്ലെ? ഇല്ലെങ്കിൽ ദ്വൈതത്തിൽ കഴിയും നമ്മള്. ദേവി ആ അന്നത്തെ ദാനം ചെയ്യുന്നു. ഗൗതമ മഹർഷി ഗായത്രി ഉപാസകനാണ്. ദേവി പ്രത്യക്ഷമാണ് ഗൗതമ മഹർഷിക്ക്. ഒരിക്കലും ഭൂമിയില് വലിയ വരൾച്ച വന്നു, പട്ടിണി ഉണ്ടായി. ഗായത്രി ദേവി ഗൗതമ മഹർഷിക്ക് അക്ഷയപാത്രം കൊടുത്തിരുന്നു. തന്നെ കാണാൻ വരുന്നവർക്കെല്ലാം അത് വെച്ച് മഹർഷി ഭക്ഷണം കൊടുത്തു. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട ജനങ്ങളെല്ലാം മഹർഷി ഗായത്രി മന്ത്രത്തെ കൊടുത്തു. അപ്പം ഗായന്തം ത്രായതേ ഇതി ഗായത്രി, 3 സന്ധ്യകളിലും ഗായത്രി ഉപാസന ചെയ്യണം. അങ്ങനെ എല്ലാവരും ഗായത്രി ഉപാസന ചെയ്ത് എല്ലാം നേടി. പക്ഷെ തൃപ്തി ഉണ്ടായില്ല, അഹങ്കാരം ഉണ്ടായി. അതുകൊണ്ട് മഹർഷിക്ക് തന്നെ അവരെ എന്താ പറയാ, ശപിക്കേണ്ടി വന്നു. ഇപ്പൊ ഗായത്രി ഉപാസനയിൽ വിശ്വാസം ഇല്ലാതായി, ബ്രാഹ്മണൻ അബ്രാഹ്മണരായി, മനുഷ്യർ
മനുഷ്യർ എന്നാൽ ജാതി, അല്ലെ, വളരുന്നത് വർണ്ണി. ഇപ്പൊ ഗായത്രി, സാവിത്രി, സരസ്വതി ഇത് ഹൃദയത്തിലിരിക്കണം. കാരണം ഇത് നമ്മുടെ ഹൃദയത്തിന്റെ പിരിവാണ്. ഓരോ ശരിക്കും ഓജോവത്യ നമ. ഗായത്രി എന്നാൽ കോസ്മിക് പവർ ആണ്, ഗകാരം, ഗതി, ഒരു ജീവന്റെ യാത്രയുടെ ഗതി കൊടുക്കും ഗായത്രി. ഓം എന്ന് പറയുന്ന നിർഗുണ ബ്രഹ്മത്തെ സഗുണമാക്കണം, ഇല്ലേ? അപ്പൊ ചെറിയ മന്ത്രങ്ങൾ മതി ദേവിയെ അറിയാൻ. വേദം പഠിക്കുന്നതിന് തുല്യമാണ് ലളിതാ സഹസ്രനാമം പഠിക്കുന്നത്. വസുധ എന്ന് പറഞ്ഞാല് വസോർധാര, സമസ്ത വസു സ്വരൂപം, ഇപ്പൊ സർവ ഐശ്വര്യം. അപ്പൊ 8 സൂക്ഷ്മ രൂപങ്ങളുണ്ട്. വൃദ്ധ, വലുതാകുന്ന ശക്തി, എല്ലാത്തിനും മുമ്പുള്ളത്. മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ മഹാശക്തി, അല്ലെ? ബ്രഹ്മ ഐക്യ സ്വരൂപിണിയെ നമ. ഹംസ, ഹം എന്ന് പറഞ്ഞാൽ ശിവൻ, സ എന്ന് പറഞ്ഞാൽ ജീവൻ, ശിവശക്തി സ്വരൂപം. ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി, ബ്രഹ്മജ്ഞാനിയാകാൻ അനുഗ്രഹിക്കുന്നവൾ. ബൃഹതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ട ഭുവന സ്വരൂപം. ബ്രഹ്മണി, ബ്രഹ്മശക്തി, പരമേശ്വരൻ. ഇപ്പൊ ബ്രാഹ്മണൻ, അതിൽ നിന്നുള്ള ശക്തി, അല്ലെ? സുബ്രഹ്മണ്യൻ, ബ്രഹ്മവാണി, ബ്രഹ്മാനന്ദം. ഇപ്പൊ ജീവൻ തന്നെ ബ്രഹ്മമാണെന്ന് അറിയണം, ആ അവസ്ഥ. ഇപ്പൊ ബലിപ്രിയായേ നമ. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികളെ ബലി കൊടുക്കുന്നത് കൊണ്ട് അതിൽ പ്രിയമുള്ളവൾ. ഇപ്പൊ ജിതേന്ദ്രിയായിട്ട് നമ്മൾ മാറണം, ഇല്ലേ? അതിനെ അങ്ങനെ സഹായിക്കുന്നവളാണ് ദേവി. ഈ 6 ചക്രങ്ങളില് 6 നമ്മുടെ എന്താ പറയാ മതമാത്സര്യങ്ങളാകുന്ന ഷഡൂർമികൾ ഇരിക്കുകയാണ്. ഇപ്പൊ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവരെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ച് ജിതേന്ദ്രിയന്മാരാകാൻ അനുഗ്രഹം തരുന്നവളാണ് ദേവി. ഭാഷാരൂപ, പല വിധത്തിലുള്ള ഭാഷകളുടെ രൂപമുള്ളവള്. പരാപശ്യന്തി, മധ്യമ, വൈഖരി. ഭാഷയുടെ അടിസ്ഥാനം 51 ചക്രേശ്വരികളാണെന്ന് നമ്മൾ കണ്ടു. ഈ ചക്രേശ്വരികളെ തൊട്ട് വരുന്ന ശബ്ദത്തെയാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ സംസ്കൃതം ഒരു മുഴു ഭാഷയാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ. എല്ലാ അറിവും ഭാഷാരൂപത്തിലാണ്. ഈ ലോകത്തിൽ പ്രചരിക്കുന്നത് അങ്ങനെയാണ്. ജയസേന, ധർമ്മ, അർത്ഥം, കാമം, മോക്ഷം, അല്ലെ? ബൃഹത് സേനി. അപ്പൊ കാലാള്, കുതിര, തേര്, ആന, ചതുരംഗപ്പട. ദേവി ഭാവാഭാവ വിവർജിതായേ നമ. ദേവിയുടെ അടുത്ത് ഒരേ ഒരു ഭാവേ ഉള്ളൂ, ഭക്തി. വിവർജിതം എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷമായിട്ട് വർജിക്കപ്പെട്ടത്. ഉൽപ്പത്തി, നാശം, നല്ലത്, ചീത്ത, ഇങ്ങനെയുള്ള ദ്വൈതത്തിൽ നിന്ന് പുറത്തു വരുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ദേവി ഒരു ഭക്തനെ, അതായത് ഒരു ദേവി ഭക്തനെ ആരാലും പീഡിപ്പിക്കാൻ സാധ്യമല്ല. സുഖാരാധ്യ, സുഖമായിട്ടിരിക്കുന്നവൾ, ഇല്ലേ? സുഖമായിട്ടിരിക്കുമ്പോഴാണ് ദേവി ആരാധന ചെയ്യേണ്ടത്. അപ്പൊ സുഖമായിരുന്ന് ആരാധന ചെയ്യണം. ഇതാണ് ശരിക്കും ദേവി പൂജ. അപ്പൊ ആ ഒരു സുഖമായിരിക്കുന്ന സമയത്ത് ആരാധന ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മനസുഖം ഉള്ളപ്പോൾ ആരാധന ചെയ്യണം. ദേവി ആരാധന എന്ന് പറയുന്നത് മഹാസുഖത്തെ തരുന്നതാണ്. ആ ഒരു നല്ല ഗന്ധം, നല്ല പലഹാരങ്ങള്, ഇല്ലേ? നല്ല സൗന്ദര്യം, അതായത് നല്ല സുന്ദരമായ വസ്തുക്കളെ കൊടുക്കുക. എല്ലാം സന്തോഷമുള്ള വസ്തുക്കളെല്ലാം ദേവിക്ക് കൊടുക്കണം. ഭക്തനിധി. ഇപ്പൊ ദേവി നാമപാരായണം, ഇല്ലേ? ദുർശക്തികളെല്ലാം അകന്നു പോകും. ഉറങ്ങാൻ പോകുന്ന സമയത്ത് മന്ത്രം ജപിച്ചാൽ സുഷുപ്തിയില് എല്ലാ തത്വങ്ങളും ലയിക്കും. അപ്പോ ആ ഒരു ബ്രഹ്മാത്മയ്ക്ക് സ്വരൂപിണിയായ ആ മഹാപ്രളയ സാക്ഷിണി മാത്രമാണ് നമുക്ക് എന്താ പറയാ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു മന്ത്രം ഭഗവതി ജപിച്ചു തുടങ്ങും. ഉറങ്ങുന്നതിന് മുമ്പ് മന്ത്രം ജപിച്ച് കിടക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ മന്ത്രം ശക്തി ജപിക്കുമ്പോൾ നമുക്ക് ജ്ഞാനമായിട്ട് ദേവി തിരിച്ചു തരും. അപ്പൊ നാം കൊടുക്കുന്നതെല്ലാം തിരിച്ചു കിട്ടും, അല്ലേ? ദേവി ശുഭകരി. ദേവി എല്ലാ ശുഭങ്ങളും കൊടുക്കുന്നവളാണ്. കൂടുതൽ ആഗ്രഹങ്ങള് അശുഭം. അപ്പൊ ആവശ്യത്തിന് മാത്രം എല്ലാം ഉപയോഗിക്കണം. ദേവി നമുക്ക് എല്ലാ സമൃദ്ധിയും തരുന്നു. പക്ഷേ ആ ഒരു ദാനവും തപസ്സും ഒരിക്കലും വിടരുത്. കാരണം ശോഭന, മംഗളത്തെ ചെയ്യുന്നവൾ. ഇപ്പൊ ശി എന്ന് പറയുന്ന ഏകപഞ്ചാക്ഷരം, ഇല്ലേ? അതൊരു ആറ്റം ബോംബ് മന്ത്രമാണ്. ശിവശക്തി ഐക്യരൂപിണി, അല്ലെ? ഈ ഒരു ശിവ എന്നുള്ള മന്ത്രം തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹത്തെ തരുന്നതാണ്. ഇപ്പൊ ശോഭന, മംഗളത്തെ തരുന്നവൾ. ശംകരൻ, ശംകരി, അല്ലെ? മംഗളത്തെ കൊടുക്കുന്നവര്. ഈ നാമജപം പോലും DNA മാറ്റുന്ന പറയണത്. എപ്പോഴും സദാ നമ്മുടെ ഉള്ളിലെ ശിവ 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 ശിവ, ശിവനും ശിവയും. ഇപ്പൊ DNA മാറ്റാനായിട്ട് 60,000 വർഷം വേണമെന്നാ പറയുന്നത്. എല്ലാ വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എല്ലാം ഓരോ ഗ്രഹങ്ങളാണ്. അരി സൂര്യനാണെന്ന് പറയണു, പരിപ്പുകൾ ചന്ദ്രൻ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനം സൂര്യനും ചന്ദ്രനുമാണ്, അല്ലേ? ഇവ രണ്ടുപേരും ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ സ്പിരിച്വലി, മെറ്റീരിയലി ജയിക്കുന്നത്.
ഇപ്പൊ ഓരോ വെജിറ്റബിളും ഓരോ ഡെഫിഷ്യൻസി കുറയ്ക്കും. അപ്പൊ നവഗ്രഹ ദോഷങ്ങൾ മാറിക്കിട്ടും. ദേവി ആ ഒരു സുലഭാഗത്തിയ നമ, സുലഭമായിട്ട് കിട്ടുന്നവൾ, ശ്രദ്ധാവാൻ. കാരണം ശോഭന എന്നൊക്കെ പറഞ്ഞ ദേവിയാണ് അല്ലേ? അപ്പൊ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആരാണോ ദേവി ഭക്തിയിൽ മുഴുകിയിരിക്കുന്നത്, അതിൽ ശ്രദ്ധയുള്ളത്, അവർക്ക് ദേവിയെ കിട്ടും. രാജരാജേശ്വരി, രാജ്യദായിനി. ദേവി എങ്ങനെയാണ് ഭക്തർക്ക് അനുഗ്രഹം ചെയ്യുന്നതെന്നാണ് ഈ ദേവിയുടെ വിഭൂതികളും അമ്മ എങ്ങനെയാണ് അനുഗ്രഹം കൊടുക്കുന്നതെന്നാണ് ഈ അധ്യായത്തിൽ വിവരിച്ചു പറയുന്നത്. കാരണം രാജരാജേശ്വരിയാണ് ദേവി. രാജൻ എന്നാൽ ശിവൻ, രാജേശ്വരി ദേവി. രാജ്യം, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ ശരീരം അല്ലെ? പരാശക്തി നമ്മുടെ ശരീരത്തിൽ ഇരുന്ന് തന്റെ അതാത് ജന്മങ്ങളിലെ ലക്ഷ്യങ്ങളെ നിറവേറ്റി കൊടുക്കുകയാണ്. ഒരു ജന്മം വേസ്റ്റ് ആകാതെ ശക്തി ആത്മാവിന് നൽകിയ ആ ഒരു എന്താ പറയാ വിചാരം ചെയ്യാനുള്ള ആഗ്രഹത്തെ ഉണ്ടാക്കി കൊടുക്കണം. അതിനാലാണ് ആത്മാവിന് സച്ചിദാനന്ദം കിട്ടുന്നത് അല്ലേ? അപ്പോ ആ ഒരു ശാന്തി, സുഖം, ആനന്ദം എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. നമ്മൾ കണ്ടു, രാജേശ്വരി നമ്മളെ ആളുന്ന ശക്തി. രാജ്യം, ഈ ശരീരം, ഈ രാജ്യത്തെ കൊടുക്കുന്നവൾ ഈശ്വരി. ധാരാളം ആത്മാക്കൾ ഒരു ശരീരം ലഭിച്ച് തന്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുകയാണ്. അപ്പൊ സത്കർമ്മങ്ങൾ നടത്തുന്ന ഇടത്തെല്ലാം ചെന്ന് നിൽക്കും, മുക്തി ലഭിച്ച് ശരീരം കിട്ടാൻ വേണ്ടി. അപ്പൊ ദേവി ശരീര രാജ്യദായിനി. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ എല്ലാം പെർഫെക്റ്റ് ആയ ഒരു ശരീരം കിട്ടണം അല്ലെ? എങ്കിലേ നമുക്ക് ആ ഒരു നല്ല ഉപാധിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എങ്കിലേ നമുക്ക് അതിന് നല്ല ഒരു ഉപാധിയെ കിട്ടിയെങ്കിലേ നമുക്ക് അതിലൂടെ ഈ ശക്തിയെ അറിയാൻ പറ്റൂ. 72,000 നാഡീ ഞരമ്പുകൾ ആക്റ്റീവായിരിക്കുന്ന ഈ ശരീരം ഭരിക്കുന്ന മഹാരാജ്ഞിയാണ് ദേവി, ശക്തിയാണ് ദേവി അല്ലെ? രോഗമുള്ള ശരീരം നമുക്കെന്താ, ഈശ്വര സാക്ഷാത്കാരത്തിന് ഈ ശരീരം വേണം ഇല്ലേ? അപ്പൊ അത് എന്തെങ്കിലും രോഗം വന്നാലോ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. അപ്പൊ സപ്തധാതുക്കളോട് ഉണ്ടാക്കി സ്ഥൂലമായിട്ട് 17 സൂക്ഷ്മ ധാതുക്കളെ ചേർത്ത് വെച്ച് സൂക്ഷ്മ ശരീരം ഉണ്ടാക്കി ഈ ശരീരത്തെ വൈകുണ്ഠം, കൈലാസം, എവിടെ വേണോ പോകാം. അപ്പൊ ദേവി ഉപാസകൻ ഈ ശരീരത്തെ ദേവിയുടെ സാമ്രാജ്യമായിട്ട് കാണണം. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്നറിയണം. അപ്പൊ രാജത് കൃപ, ഭക്തി സാധനകളിൽ ദയയാണ് പ്രധാനം. ദീനദയാലോ രാമ എന്ന് നമ്മൾ പാടാറുണ്ട് അല്ലെ? ശരീരത്തിൽ തുഷ്ടിപുഷ്ടി ഉണ്ടെങ്കിലേ ധർമ്മ, ജ്ഞാന, യോഗ സാധനങ്ങൾ ചെയ്ത് അതിനെ നമുക്ക് രാജ്ഞിയെ അറിയിക്കണം ഇല്ലെ? രാജ്ഞിയെ അറിയണം. അപ്പൊ ശക്തിപീഠം എന്നത് നമ്മുടെ ശരീരത്തിന് ശുദ്ധി വേണം. ഈ പീഠത്തിന് കുളിക്കുന്നത് പ്രാകൃത ശുദ്ധി മാത്രമാണ്, മനഃശുദ്ധിയാണ് ഏറ്റവും വേണ്ടത് അല്ലെ? കുളിക്കുക എന്ന് പറയുന്നത് എന്താ? ശരീരത്തെ വൃത്തിയാക്കി വെക്കുക, അത് ബാഹ്യമാണ്. പക്ഷെ മനസ്സെന്ന് പറയുന്നതോ, അതാണ് ശരിക്കും അന്തർശുദ്ധി. അവിടെയാണ് അമ്മ ഇരിക്കുന്നത്. മനസ്സ് മന്ത്രത്തിലൂടെ ശുദ്ധമാകും. നല്ല ചിന്തകൾ ശുദ്ധി തരും. ദേവിക്ക് കൊടുത്തത് ആ ഒരു പ്രസാദമായിട്ട് കഴിച്ചാല്, ആചമനം ചെയ്താല്, പ്രാണായാമം ചെയ്താല് എല്ലാം കൊണ്ട് മനസ്സ് ശുദ്ധമായിട്ട് ഈ ശുദ്ധ ശരീരം രാജപീഠമായിട്ട് തീരും. ഇപ്പൊ രാജാവായിരിക്കുന്ന ശിവൻ സദാ തന്റെ രാജ്ഞിയോടൊപ്പം ഇരിക്കും. പിരിയാത്ത ശിവശക്തി ഐക്യമാണത്. ശിവനെ കാണാൻ വലിയ പ്രയാസമാണ്, എന്നാൽ ശക്തിയെ കാണാം അല്ലെ? ഈ ശരീരത്തെ കാണുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടെന്നറിയാം. എന്നാല് ആത്മാവായ ശിവനെ കാണാൻ സാധ്യമല്ല. ശിവൻ മറഞ്ഞിരിക്കുകയാണ്, ശക്തി തെളിവായിട്ടിരിക്കുക. ശക്തി എങ്ങനെയാ നമ്മൾ കാണുന്നത്? ഈ ശരീരം ജീവിച്ചിരിക്കുന്നത് തന്നെ ശക്തി ഉണ്ടെന്നതിനുള്ള തെളിവ് അല്ലെ? അപ്പോ എല്ലാറ്റിനെയും താങ്ങുന്ന ശക്തി, അത് ദേവിയുടെ അനുഗ്രഹമാണ്. അനു എന്ന് പറഞ്ഞാൽ അടുത്ത്, ഗ്രഹം എന്ന് പറഞ്ഞാൽ പിടിക്കാം, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാം, പിടിക്കാം എന്നൊക്കെ അർത്ഥം. അപ്പൊ ദേവിയുടെ അടുത്ത് നിന്ന് ദേവിയെ നമുക്ക് കൈക്കലാക്കാം ഇല്ലേ? അമ്മയെ ചേർത്ത് പിടിക്കാം, അമ്മയുടെ പാദത്തിൽ നമുക്ക് നമസ്കരിക്കാം. ആ ഒരു രാജ്യലക്ഷ്മി, ലക്ഷ്യമുള്ളവള്. ഒരു മനുഷ്യൻ ഒരു തത്വത്തെ സാധിക്കണമെങ്കിൽ ലക്ഷ്യം വേണം. ഇപ്പൊ രാജ്യലക്ഷ്മി ഒരു രാജ്യത്തിലെ എല്ലാ സമ്പത്തുക്കളും, അഷ്ടലക്ഷ്മി വരദാനാണ്, കോശനാഥ, പഞ്ചകോശങ്ങൾക്കും നാഥയായിട്ടിരിക്കുന്നവൾ, അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നവൾ, ജീവാത്മാ, പരമാത്മാ അല്ലെ? അപ്പൊ ജ്യോതി രൂപത്തില് പ്രകാശിക്കുന്ന തത്വം. അപ്പൊ അന്നമയ കോശം എല്ലാം ദേവിക്ക് കൊടുത്തിട്ട് കഴിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സർവം ലളിതാർപ്പണമസ്തു എന്ന് പറയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ലളിതാ ഉപാസകർ അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം ഇല്ലേ? എന്ത് കൊടുത്താലും ദേവിക്ക് പ്രീത്യർത്ഥം ചെയ്യുമ്പോൾ അത് അവിടത്തേക്ക് അർപ്പണമായിട്ട് തീരുകയാണ്. അപ്പൊ ദേവി ചതുരംഗ ഫലേശ്വരി എന്നുള്ള ആ ചതുരംഗ സേന, ആന, കുതിര, തേര്, കാലാള്, അത്
ആത്മസാധനയില് ഇത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന വെളിയിലെ മോക്ഷം എന്നത്. ഇപ്പൊ വെളിയിലെ സേനകള്, ഉള്ളിലിരിക്കുന്ന സേനകള് അല്ലെ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇവരുടെ ആ ഒരു ബലത്തിലാണ് നമ്മൾ ആത്മാവ് സുഖമായിട്ട് ഉള്ളിൽ കഴിയുന്നത്, ആത്മബലം ഉണ്ടാകുന്നത്. ദേവി ആ ഒരു രാജ്യലക്ഷ്മി, രാജരാജേശ്വരി അല്ലേ, രാജ്യലക്ഷ്മി ദേവിയെ നമ്മള് രാജലക്ഷ്മി, രാജരാജേശ്വരി, ഈ ശക്തികളിലൂടെ ദേവിയെ നമ്മൾ അറിയണം. കാരണം സാധനയിലൂടെ ഈ സത്യം അറിയുന്നവൻ സാമ്രാട്ടായിട്ട് തീരും. കാരണം അമ്മ എന്താ, സാമ്രാജ്യദായിനിയാണ് അല്ലേ. നമ്മുടെ പ്രാരാബ്ധ വാസനകളെല്ലാം തന്നെ നമ്മുടെ എന്താ പറയാ ഈ അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം ഈ ഏറ്റവും വലിയ സത്യം എന്നത് സത്യത്തിൽ ജീവിക്കുന്നതാണ്. സത്യമാണ് അച്യുതൻ. അവിടെ അഴിവില്ലാത്തത്, ശത്രുക്കളില്ലാത്തവൻ, സാമ്രാട്ട്. അപ്പൊ ആത്മാവിന് ആരും ശത്രുക്കളില്ല. പ്രപഞ്ചം മുഴുവനും അവന്റെ ബന്ധുവാണ്. സാഗരമേഖലായ നമ. ആത്മാവ് സദാ തുഷ്ട. ദേവി നമ്മുടെ ആകുമ്പോ എന്താ, എപ്പോഴും ഭുവനത്രയങ്ങളുടെ അധിപതിയായിരിക്കുന്ന ദേവി അല്ലേ. അപ്പൊ ആ ദേവി ശരിക്കും പറഞ്ഞാല് ബാന്ധവ ശിവഭക്തശ, ലോകത്തിലുള്ള ലോകമേ ഭുവനത്രയം. ഇപ്പൊ നമ്മള് ഈ ശിവന്റെ ഭക്തരായിരിക്കുന്നവരെല്ലാം തന്നെ എന്താ, നമ്മുടെ ബന്ധുക്കളാണ്. ഈ ഭുവനത്രയം നമ്മുടേത് തന്നെയാണ്. ദേവി ഉപാസകന്റെ ആത്മാവ് സദാ സന്തുഷ്ടമായിട്ടിരിക്കുന്നു, ദുഃഖങ്ങളില്ലാതെ സദാ ആ ഒരു ഇഷ്ട, മൈത്ര, കരുണ, സന്തോഷ, ഉപേക്ഷ ഇല്ലേ, ആ ഒരു ജ്ഞാനം, ഈ എല്ലാ തത്വങ്ങളും അറിയാൻ ദേവി അനുഗ്രഹം തന്നെ വേണം അല്ലേ. ദേവി അനുഗ്രഹമുള്ളവർക്ക് ഇതെല്ലാം അറിയാൻ സാധിക്കും. ഇപ്പൊ ശരീരം കൊണ്ട് നേടുന്നതെല്ലാം ബാഹ്യ സാമ്രാട്ട് അല്ലെ. ശരീരം പോകുമ്പോൾ എല്ലാം നഷ്ടപ്പെടും. ഇനി എത്രയൊക്കെ രാജ്യങ്ങൾ കീഴടക്കിയാലും, എത്രയൊക്കെ രമ്യ ഹർമ്മ്യങ്ങൾ ഉണ്ടാക്കിയാലും, എന്തൊക്കെ നമ്മൾ നേടിയാലും, ഇതെല്ലാം ശരീരം പോകുന്നതോടുകൂടി ആ ആത്മാവിനത് നഷ്ടപ്പെട്ടു പോവാണ്. എന്നാലോ ആ ഒരു സാധുവിന്, ഇല്ലെങ്കിൽ ആ ഒരു അന്തരാത്മാവിനെ അറിഞ്ഞ ഒരാൾക്ക് ശരീരം പോയാലും ബാക്കി കിട്ടിയതെല്ലാം തന്നെ എന്താണ്, നിലനിൽക്കുന്നതാണ്. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പൊ അന്തർസാധന അല്ല, അപ്പൊ അന്തർസാധു എന്ന് പറഞ്ഞാൽ എന്താ, ആ അകത്തിരിക്കുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞവൻ. അപ്പോ ഈ ശരീരം പോയാലും ആ ഒരു എന്താ പറയുക, എന്നും നിലനിൽക്കുന്നത് കിട്ടും. ദയ, ഭക്തി, സാധനയിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം എന്താണ്, ശാശ്വതമായിട്ടുള്ളതാണ്. ദീക്ഷിത ദൈത്യശമനി സർവലോകവശംകരി. ദീക്ഷിത എന്ന് പറഞ്ഞാൽ പാപത്തെ പുണ്യമാക്കുന്നവൾ, ദീക്ഷിതൻ എന്ന് പറഞ്ഞാൽ സാധകൻ, എല്ലാ കളങ്കങ്ങളും തന്റെ അഗ്നിയിൽ ഹോമിക്കുന്നത്. അപ്പൊ അവിടെ ആത്മാവ് ചേർത്ത് പരമാത്മാ, ഒരു ജീവൻ ശുദ്ധമാകുമ്പോൾ ജീവി എന്ന പദത്തിൽ നിന്ന് ജീവാത്മയാവും അല്ലേ. സമസ്ത ജീവികൾക്കും ദീക്ഷ കൊടുക്കുന്നവൾ, അതാണ് മാതൃസ്വരൂപിണിയായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപിണി. അപ്പൊ മാതൃ സ്വരൂപം എന്താണ്, പരബ്രഹ്മമായിട്ട് മാറുകയാണ് അല്ലെ. കരുണ രൂപത്തിലിരിക്കുന്ന അമ്മ, ദൈത്യശമനി. അപ്പൊ ആ ഒരു നമ്മുടെ, അതായത് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന ഹോർമോൺസിനെ എല്ലാം ഇല്ലാതാക്കുന്നവൾ, ദയെ, ദാനത്തെ എല്ലാം ആ ഒരു എന്താ പറയാ ഹനിക്കുന്നവനാണ് ദൈത്യൻ അല്ലെ, അസുരൻ. അപ്പൊ പാപത്തെ ഇല്ലാതാക്കണമെങ്കിൽ 84 ദാനം ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോ ആ ഒരു ദാനങ്ങളെല്ലാം തന്നെ ശരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൈലദാനം. നമ്മുടെ പാപത്തെ ഷാഡോ രൂപത്തിൽ എണ്ണയിൽ കണ്ട് എന്താ പറയാ നമ്മുടെ പാപത്തെ ആകർഷിച്ച് അത് ഇരുമ്പ് ചട്ടിയില്, അപ്പൊ പീഡകളെല്ലാം തന്നെ ഇരുമ്പ് ചട്ടിയിൽ ആകർഷിച്ചിട്ട് ആ എണ്ണ അതിൽ തന്റെ ബിംബത്തെ കണ്ടിട്ട് ആ പാത്രം കൊടുക്കുന്നത്. ഇപ്പൊ ദാനം കൊടുക്കരുത്, ആ ഒരു ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാറുണ്ട്. കാരണം അക്യൂമുലേറ്റഡ് പാപം താൻ തന്നെ അനുഭവിക്കണം. നമ്മുടെ പാപം ആകർഷിച്ച് വേറൊരാൾക്ക് അനുഭവിക്കാൻ കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ചെയ്തതല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ദാനം ഓരോരുത്തർ കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മളത് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കരുതെന്ന് പറയുന്നത് അവരുടെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിക്കണം ഇല്ലേ. ഇപ്പൊ അക്യൂമുലേറ്റഡ് പാപം താൻ തന്നെ അനുഭവിക്കണം പല ജന്മങ്ങളിലൂടെ, ആർക്കും കൊടുക്കരുതെന്ന് പറയണം. അപ്പൊ നമ്മുടെ ഷാഡോ ആരുടെ പുറത്തും വീഴാതെ നോക്കണം എന്ന് പറയണം. അതുകൊണ്ട് ആത്മസാധന എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. മരങ്ങൾ ഇതെല്ലാം അബ്സോർബ് ചെയ്യാറുണ്ട്. ഇപ്പൊ ആ ഒരു കട്ടില് 4 കാല് ഭൂമിയിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ടിലിൽ കിടക്കുന്നത് അല്ലേ. ആ ഭക്തി വരുന്നത് അത്രയും പാപവാസന DNA ഉള്ളത് കൊണ്ടാണ് അഭക്തി വരുന്നത്. ഒരു ജീവൻ റബൽ ആകുന്നത് ബ്രഹ്മഹത്യ, ഗോഹത്യ, മാതൃഹത്യ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർക്ക് ദേവി
തന്റെ ശക്തിയിൽ ആവാഹിച്ച് ഗുരു ശിഷ്യന്റെ ഹൃദയപത്മത്തെ തൊട്ട് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി ആ ജീവനെ പുത്രി സ്ഥാനത്താക്കി എല്ലാ പാപത്തെയും ആവാഹിച്ച് തന്റെ ആ യോഗാഗ്നിയിൽ എരിച്ചു കളയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു ദേവി ദീക്ഷിത എന്ന പേര്. അപ്പൊ നമ്മുടെ ആ ഒരു നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് ജന്മം തരുന്നു. അപ്പൊ ആ ചെയ്ത പാപങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരേ ഒരാള് ഗുരുവാണ്, ഇല്ലേ? അപ്പൊ ദേവി ഗുരുരൂപിണിയാണ്. സർവലോക ശങ്കരിയെ ലോകം മുഴുവനും നമ്മുടെ അനുകൂലമാകണം. 14 ലോകം. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നതാണ്. തുഷ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യമുള്ളൂ. എന്ത് പ്രോപ്പർട്ടിയും നമ്മുടേതായാല് അത് ആഗ്രഹം കഴിഞ്ഞു, ഇല്ലേ? എല്ലാ ക്രമങ്ങളും കഴിഞ്ഞു, എല്ലാ ഭ്രമങ്ങളും അപ്പോ ആത്മാവിന് ഈശാവാസ്യമിതം സർവം എന്നുള്ള ബോധം വരും. ദേവി സമസ്ത ദീക്ഷകൾക്കും അധിപതിയാണ്. ദേവി ഉപാസന മാത്രമേ ഒരു ജീവനെ പാപങ്ങൾ മാറ്റി ഭണ്ഡാസുരനെ പോലെ ഉള്ളവരെ പോലും ഉത്തമ ഭക്തനാക്കി മാറ്റുന്നത്. ഇപ്പൊ സർവാർത്ഥ സാധിനി, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം 4 പുരുഷാർത്ഥങ്ങള്, 4 പ്രൊട്ടക്ഷൻ. ഓരോ യുഗത്തിലും ഓരോ പാദം നഷ്ടപ്പെടുന്നു പറയുന്നു. കൃതയുഗത്തില് ധർമ്മം നഷ്ടപ്പെടും, ത്രേതായുഗത്തിൽ അർത്ഥം, ദ്വാപരയുഗത്തില് കാമം, 3 കാലം നഷ്ടപ്പെടും. കലിയുഗത്തില് മോക്ഷം വളരെ പ്രധാനമാണ്. കലിയുഗത്തിന്റെ അവസാന കാലം, കൃതയുഗത്തിന്റെ ആദ്യം, ഇത് 2 സമയം എല്ലാ ജീവരാശികൾക്കും മോക്ഷം കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ അതുവരെ നമ്മൾ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിലായിരിക്കും. അപ്പൊ 27 നക്ഷത്രങ്ങള് 7 ഋഷികൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. സപ്തഋഷികള് പുലഹൻ, പുലസ്ത്യൻ, അങ്കീരസ്, അത്രി, മരീചി, വസിഷ്ഠൻ. ഇതിൽ ഏത് നക്ഷത്രങ്ങൾ എവിടെയൊക്കെ ജന്മം എടുത്തു വന്നു എന്ന് പറയാൻ പറ്റും. ഒരു ജീവൻ മറ്റു പല ഗ്രഹങ്ങളിലും സഞ്ചരിച്ച് ഭൂമിയിൽ ഒരു പ്രത്യേക സമയത്ത് ജന്മം എടുക്കുകയാണ്. അപ്പോ പല ഘടകങ്ങളും അനുകൂലമായെങ്കിലേ മനുഷ്യജന്മം കിട്ടുള്ളൂ. ഉദാഹരണത്തിന് മരീചി എന്ന ഋഷി ഒരു ജീവന് മനുഷ്യന്റെ രൂപം കൊടുക്കുന്ന ആളാണ്. അപ്പൊ ശരീരം നേടാൻ, അതായത് മുഖ്യ തത്വങ്ങൾ, ജ്ഞാനം, കർമ്മം, ഭക്തിയോഗം തുടങ്ങിയവ കൊടുത്ത് ജീവനെ മുക്തനാകാൻ സഹായിക്കുന്നു. അപ്പോ കലിയിലെ മോക്ഷം വളരെ പെട്ടെന്ന് അടയാമെന്ന് പറയണു. പക്ഷെ അതിന് ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ 4 കാലം ഒടിഞ്ഞ ഭൂമി മാതാ ദുഃഖിതയാകും. പക്ഷെ എല്ലാ കാലത്തിലും ഒരു എന്താ പറയാ, വരുണൻ, ഇന്ദ്രൻ, ബ്രഹ്മാവ്, അത്രി തുടങ്ങിയ എല്ലാ ദേവതകളും മനുഷ്യരെ സഹായിക്കും. ദേവി സർവാർത്ഥദാത്രി. വെളിയിൽ കാണുന്ന സൂര്യൻ പ്രാകൃത സൂര്യൻ, ഉള്ളിലൊരു എന്താ പറയാ മാറാത്ത ഒരു ജാത സൂര്യനുണ്ട്. ഈ സൂര്യനെയാണ് നമ്മൾ വെളിയിലുള്ളതെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ ജീവൻ ശുദ്ധമാകുമ്പോൾ ഉള്ളിലെ ആ ഒരു സവിത്ര മണ്ഡല സൂര്യനെ ജീവൻ ചുറ്റാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് ഈ ഗായത്രി ശ്രീവിദ്യ ഉപാസകർക്ക് ആയിരിക്കുന്ന ആത്മസൂര്യനെയാണ് നമിക്കുന്നത്. മനുഷ്യ ജീവൻ ട്രാവൽ ചെയ്യുന്ന വഴികള് സൂര്യലോകം, അഗ്നിലോകം, ആ ഒരു യമലോകം, വരുണലോകം, ബ്രഹ്മലോകം, ഈ ഓരോ സ്ഥലത്തും ജീവന് എന്താ പറയാ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ എല്ലാ ലോകങ്ങളിലും ജന്മം കിട്ടാം. ഏത് ഉയർന്ന തലങ്ങളില് ഈ ഉപാധി ശരീരം വെച്ച് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അച്ഛൻ, അമ്മ അവർ തന്നെയാണ് അവർ തന്ന ഈ ഗിഫ്റ്റ്. അതുകൊണ്ട് അവരോട് എന്നും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. നാം ജീവിക്കുന്നത് ജംബുദ്വീപം എന്ന് പറയുന്ന ഈ ഒരു ലോകത്താണ്. ഇവിടെ ദേവത അരുണാദേവി. ദേവിയുടെ ഭാവം കരുണയാണില്ലേ? അരുണാം കരുണാതരംഗിതാക്ഷിയും. സൂര്യന്റെ ആദ്യ കിരണങ്ങളെയാണ് അരുണൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സവിത്ര മണ്ഡലത്തിൽ ഈ ജീവൻ എത്തുമ്പോൾ അത് സച്ചിദാനന്ദ സ്വരൂപമായിട്ട് തീരും, ആത്മജ്യോതിയായിട്ട് മാറും. ദേശകാല പരിച്ഛിന്ന, ദേശകാലങ്ങൾ കൊണ്ട് വിച്ഛേദിക്കാൻ പറ്റാത്തത്. ജീവൻ പരാശക്തിയിലെത്തി ആത്മസാധന കൊണ്ട് മാത്രം നേടാൻ പറ്റുന്നത്. ഇപ്പൊ ധാരാളം മഹർഷിമാര് സാധന ചെയ്ത ആ ശക്തികൾ ഈ പ്രപഞ്ചത്തിൽ വിട്ടുപോയി നമുക്കായിട്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഋഷി തർപ്പണം നടത്തണം. ഓരോ നക്ഷത്രങ്ങൾ ഓരോ ഋഷി DNA കണക്ട് ചെയ്തതാണ്. നമുക്കും അവരുടെ പുണ്യഫലം കിട്ടും. കാരണം നമ്മൾ അവരുടെ ഗോത്രത്തില് ചേർന്നവരാണ്. അവരെ ആ ഒരു എന്നും ധ്യാനിക്കണം. അങ്ങനെ ആ ശക്തി കൊണ്ട് DNA ശുദ്ധമാകും. ജീവൻ എന്ന അജ്ഞാനം അല്ലെ, ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കും. മായ കാരണമാണ് മനസ്സിലാവാത്തത്. ഈ ലളിതാ സഹസ്രനാമ ജപം ആ ഒരു മോഹമായെ മാറ്റി നമ്മളെ യഥാർത്ഥ തലത്തിൽ എത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ജപിക്കണം എന്ന് പറയുന്നത്. അപ്പോ സരസ്വതി, ഗുഹാംബ, ശാസ്ത്രമയി അല്ലെ, സരസ്വതി. ഈ സരസ്വതി എന്ന് പറഞ്ഞാൽ സദാ ഒഴുകുന്ന ജ്ഞാനം, വാക് സ്വരൂപം, പരാശക്തി. ശാസ്ത്രങ്ങൾ അറിയണം ഇല്ലേ?
കാരണം ഇതിനു മുമ്പില് പല യോനികളിലെ മൃഗങ്ങള്, പക്ഷികള്, ഇല്ലെ, തിര്യക്കുകളായിട്ടുള്ള ജ്ഞാനം കാരണം നമ്മുടെ ശരീരത്തിൽ അതെല്ലാം തന്നെ ഉണ്ട്. അത് തന്നെ രൂഢമൂലമായിട്ട് ഇരിപ്പുണ്ട്, ഇല്ലേ? അതുകൊണ്ട് ഏത് ജീവനും ഉയരണമെങ്കിൽ ശരീരം മാത്രം പോരാ, അതിലിരുന്ന് ജ്ഞാനം സമ്പാദിക്കണം. അപ്പോ ആ ഒരു എത്ര ഭൗതിക ഉയർച്ച ഉണ്ടായാലും അതിനെല്ലാം ശരീരത്തോട് ഇല്ലാതാവും, ഇല്ലേ? ഭൗതിക ഉയർച്ചകൾ എന്ന് പറയുന്നത് എന്താ? കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ അറിവുകൾ മാത്രമാണ് ജീവനെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ശാസ്ത്ര പഠനം, സത്സംഗങ്ങള് എല്ലാം അറിവ് വർദ്ധിപ്പിക്കുന്നതാണ്. ദേവി മന്ത്രസാര, ഛന്ദസാര, ശാസ്ത്രസാര ഇതെല്ലാം ആണ്. ഇപ്പൊ ശക്തി സ്വരൂപം ദേവി ഗുഹന്റെ അമ്മയാണ്. ഗുഹൻ എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യത്തിൽ വാഴുന്ന മഹാതത്വം. മുരുകൻ, അല്ലെ? ഗുഹൻ, സൗന്ദര്യവും ജ്ഞാനവും. ഗുഹന്റെ അമ്മ നമ്മുടെ ശരീരത്തിൽ അഴകും ജ്ഞാനവുമായിട്ടിരിക്കുന്ന ജീവൻ. അപ്പൊ അതുകൊണ്ടാണ് ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അത് എങ്ങനെ ഇരിക്കണോ എന്ന് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ രഹസ്യമാണ്, ജീവന്റെ രഹസ്യമാണത്. സാധന ഉപാസന വേണം. ദേവി ഉപാസനയാണ് ശരിയായിട്ടുള്ള വഴി. ഇപ്പൊ ജീവൻ മുരുകനും ശിവനുമാണ്. രണ്ടുപേരും അമ്മ ദേവി തന്നെയാണ്. ഗുഹ്യരൂപിണി, രഹസ്യത്തിൽ ഇരിക്കുന്നവൾ. കാരണം രഹസ്യം അർഹതയുള്ളവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഇത് ശരിക്കും ഒരു പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് ഓരോരുത്തരുടെ. പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന എല്ലാം രഹസ്യമായതാണ്. അപ്പൊ അതിന്റെ ഉത്പത്തി, നാശം എല്ലാം രഹസ്യമാണ്. നമുക്കറിയില്ല. ആർക്കാ അറിയുന്നത്? ദേവിക്ക് മാത്രം. ആ ദേവിയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദേവിക്ക് എല്ലാം അറിയുന്നവൾ, എല്ലാം കാണുന്നവൾ. വേറെ ആർക്കും അത് അറിയാൻ സാധ്യമല്ല, ആർക്കും അറിയില്ല. ഭഗവതിക്ക് മാത്രമേ അറിയൂ. അപ്പൊ എല്ലാത്തിന്റെയും അമ്മയാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എനിക്ക് പെട്ടെന്ന് തരണേ? എല്ലാത്തിനും ഒരു സമയമുണ്ട്. അമ്മയ്ക്കറിയാം എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്, ഇല്ലേ, എങ്ങനെ തരണം, എല്ലാം അമ്മയ്ക്കറിയാം. അതുകൊണ്ട് നമ്മള് ദേവിയെ എന്താ പറയാ, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോ, ആ പാത വിടാതെ സേവിക്കുമ്പോ, ആ ടൈം എത്തുമ്പോ, ഇനി എന്തൊക്കെ ചെയ്താലും സമയം, ഒരു കാലം എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലത്തിലേ നമുക്കെല്ലാം നടക്കുള്ളൂ. ഒരു കുഞ്ഞ് പുറത്തു വരണമെങ്കിൽ 9 മാസം തികയണം, അല്ലേ? അതുപോലെ എല്ലാത്തിനും ഒരു ഫിക്സഡ് കാലം വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കർമ്മങ്ങൾ ക്ഷയിച്ച് പാപങ്ങൾ ഇല്ലാതായെങ്കിൽ മാത്രമേ പുണ്യത്തിന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. അപ്പോ ദേവി ഗുഹ്യകാരാധ്യ, ദേവി ഉപാസന രഹസ്യമാണ്, അല്ലെ? പരസ്യമായി ഉപാസന വിഷ്ണു രൂപിണിയായിട്ട് നമുക്ക് ചെയ്യാം. ആ ഒരു പല ഗുഹകളിൽ ഇരിക്കുന്നവൾ, ഹൃദയ ഗുഹ, പഞ്ചകോശ ഗുഹകൾ തുടങ്ങി ശരീരത്തിൽ പല ഗുഹകളുണ്ട്. അപ്പൊ ഭക്തി, ഭാവന, സാധന എല്ലാം നമ്മൾ രഹസ്യമാക്കി വെക്കണം, അല്ലെ? നമ്മൾ പൂജിച്ചിരുന്ന എല്ലാ ബാഹ്യ വസ്തുക്കളെയും ശരീരം വിടുന്നതിന് മുമ്പ് ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ ജീവന് മുക്തി ലഭിക്കില്ല. നമ്മൾ പൂജിച്ചിരുന്നതെല്ലാം നമ്മളെ നാളെ പലരും നിന്ദിക്കും എന്ന് രഹസ്യം, ഇല്ലേ? ആ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്, പക്ഷെ പരസ്യം കുറച്ച് സമയത്തേക്ക് മാത്രം. ഇപ്പൊ ഉപാസന രഹസ്യങ്ങള് രഹസ്യമാക്കി വെച്ചാൽ സാധന പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് പോകും. മന്ത്രജപം രഹസ്യമാണ്, ഉപാസന രഹസ്യമാണ്, സർവ തത്വത്തിനും ഉപരിയാണ് ഈ ജീവൻ. ഇപ്പൊ ദേവി സർവോപാധി വിനിർമുക്ത, ശരീരം ഏറ്റവും വലിയ ഉപാധിയാണ്. ഈ ഒരു തലത്തില് എല്ലാ ഉപാധികളും ഉപേക്ഷിക്കേണ്ടി വരും. എപ്പോഴും സദാശിവ പതിവ്രത. എത്ര ജന്മമെടുത്താലും ദാക്ഷായണി, സതി, പരമേശ്വരി, ആ അങ്കാള പരമേശ്വരി, ഏത് ജന്മമെടുത്താലും ആ പരമേശ്വരനെ ചുറ്റി മാത്രമേ ദേവി ഇരിക്കുന്നുള്ളൂ. ശിവനല്ലാതെ ഭർത്താവ്, ഗുരുസ്ഥാനത്ത് വേറെ ആരും ദേവിക്കില്ല, അല്ലെ? അപ്പൊ സദാശിവനിൽ നിന്ന് ആ ഒരു ദ്വൈത ബുദ്ധി, വിശേഷേണ ആ ഒരു അദ്വൈത ബുദ്ധി എല്ലാം പോയി അദ്വൈത ഏകസ്വരൂപമായ ശിവോഹം എന്ന തലത്തിലേക്ക് എത്തിക്കുന്ന ഭഗവതി സദാ ശിവ പരിവൃത. എല്ലാ ജീവനും ഗുരുവും എല്ലാ ചരാചരങ്ങളും ആ സദാശിവ ഭാവം മാത്രം എന്ന തിരിച്ചറിവ് ജീവന് കൊടുക്കുന്ന മുക്തി സ്വരൂപത്തില് മുക്തി സ്വരൂപിണിയാണ് ദേവി. ഇത് തന്നെയാണ് നമ്മള് സർവജ്ഞ പീഠം എന്ന് പറയുന്നത്, അല്ലെ? ഒരു പൂർണ്ണ ബോധം. ഇതറിഞ്ഞാലേ ജീവന് മുക്തി കിട്ടുള്ളൂ, ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നുള്ളൂ. സദാശിവൻ എന്ന ജീവൻ മുക്തി പ്രാപിക്കും. ഇതറിഞ്ഞാലേ സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡല രൂപിണിയായി തീരും. ഇനി നമുക്കെന്താ? സമ്പ്രദായേശ്വരി. ഇനിയും ദേവിയുടെ നാമങ്ങൾ, ദേവിയുടെ വിഭൂതികൾ പറഞ്ഞു പോവുകയാണ്. എന്തായാലും നമ്മുടെ ഈ വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം എന്ന് പറയുന്ന ആ ഒരു അധ്യായം ഇന്ന് നമ്മൾ ഈ സത്സംഗം ഇവിടെ നിർത്തുകയാണ്. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയംബലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.